നിങ്ങൾ വിശ്വസിക്കുന്ന ഗ്രന്ഥം നിങ്ങളെ കാണിച്ചു തരുന്നത്, അല്ലാതെ ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടല്ല. ഇനി എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് കാണിച്ചു തരുന്നത്? നിങ്ങളുടെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ വിശ്വാസപ്രകാരം ഉള്ള നിങ്ങളുടെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നു ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകത്തിന് ഒരു കുഴപ്പമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നു. ഇനി ഇത് ഖുറാനിൽ പറഞ്ഞില്ല എന്നിരിക്കട്ടെ, എങ്കിലും ക്രൈസ്തവരുടെ വിശ്വാസത്തിന് ഒരു കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഖുറാനിൽ പറഞ്ഞത് കൊണ്ടല്ലല്ലോ ഞങ്ങള് ബൈബിളിൽ വിശ്വസിക്കുന്നത്. ഖുറാൻ വരുന്നതിന് മുമ്പേ ക്രൈസ്തവർ ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ട്, അതിനുശേഷം വിശ്വസിക്കുന്നുണ്ട്. സോ ഞങ്ങളുടെ ബൈബിളിലുള്ള വിശ്വാസത്തിന് ഖുറാൻ ഒരു വിധത്തിലും അത് ബാധിക്കുന്നില്ല. ഖുറാൻ വരുന്നതിന് മുമ്പും ക്രൈസ്തവർ ബൈബിളിൽ വിശ്വസിച്ചു, ഖുറാൻ വന്നു കഴിയുന്നതിന് ശേഷവും ഞങ്ങൾ അതുപോലെ തന്നെ ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ട്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഖുറാൻ എന്നുള്ള പുസ്തകം ഞങ്ങളുടെ വിശ്വാസത്തെ ഒരു കാരണവശാലും ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. അതിനകത്ത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല. പക്ഷെ ഞങ്ങള് നിങ്ങളെ എടുത്ത് കാണിച്ചു തരികയാണ്, സഹോദര, നിങ്ങളുടെ ഖുറാൻ പറയുന്നു ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം ശരിയാണ്. അതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഞാൻ പറയുന്നത്. അത് ഖുറാനിൽ അങ്ങനെ ജനറൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, നിങ്ങളുടെ പണ്ഡിതന്മാര് അത് പർട്ടിക്കുലർ ആയിട്ട് പറയുകയും ചെയ്തു. ഇന്ന പുസ്തകം, ഇന്ന അധ്യായം, ഇന്ന വാക്യം, അതായത് ഇന്ന അതാണ് ഞാൻ ചോദിച്ചത്. ഈ പറയുന്ന ഇഞ്ചീലിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ മുഹമ്മദ് നബിയെ കുറിച്ചാണ് അവിടെ പറയുന്നതെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോന്ന്? എന്റെ ചോദ്യം മനസ്സിലായില്ല. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അത് മുഹമ്മദ് അത് നബിയെ കുറിച്ചാണ് പലവട്ടം പറഞ്ഞത്? പറഞ്ഞില്ലേ, നിങ്ങൾ ആ പുസ്തകവും നിങ്ങൾ പുസ്തകമായിട്ട് അംഗീകരിക്കുന്നു എന്നാണ് എനിക്ക് ആ, പറയുന്നത്. അതിൽ യാതൊരു അല്ലാതെ അത് സംശയമില്ല. പക്ഷെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. നിങ്ങൾ അത് എന്തിന് ഞങ്ങൾ അംഗീകരിക്കണം? മുഹമ്മദ് അംഗീകരിക്കുന്നില്ല നബിയാണെന്ന് ബ്രദറെ. അംഗീകരിക്കുന്നില്ല. ഇഞ്ചിലിൽ പറഞ്ഞത് അത് അല്ലെങ്കിൽ തോറയിൽ പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ചാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അതാണ് ഞാൻ ഇല്ല ചോദിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ അംഗീകാരം ഉണ്ടോ? ഇത് മുഹമ്മദ് നബിയെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. പക്ഷെ അതാണ് നിങ്ങളുടെ കുഴപ്പം. പുസ്തകത്തില് പക്ഷെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഖുറാനില് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ശരിയല്ലേ? അതായത് മുൻ വേദങ്ങളിൽ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഖുറാനിൽ എഴുതിയിട്ടുണ്ട്, ശരിയല്ലേ? അതായത് ഞാൻ എന്റെ കൺക്ലൂഷൻ പറയാം. താങ്കൾ നമുക്ക് ഇതും കൂടെ പറഞ്ഞിട്ട് ഇല്ല, ഞാൻ ഇതും കൂടെ ഒന്ന് അല്ല, താങ്കൾ പറഞ്ഞിട്ട്. ഇപ്പൊ പറഞ്ഞു. ഞാൻ എന്റെ ഒരു അഭിപ്രായവും ഞാൻ എന്താണ് ഖുറാനിൽ നിന്ന് മനസ്സിലാക്കി എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യുന്നത് നമുക്ക് വേറെ രീതിയിൽ ചർച്ച ചെയ്യാലോ. അതായത് ഞാൻ പറഞ്ഞത്, ഇവിടെ ഖുറാനിലെ വേദങ്ങൾ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദങ്ങൾ സത്യമാണെന്ന് ഖുറാൻ പറയുന്നുണ്ട് തീർച്ചയായും. അതെന്താണെന്ന് എന്റെ അനുമാനമാണ്. ഖുറാൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഖുറാനിലൂടെ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങളെ മുൻകാല വേദങ്ങൾ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്രൈസ്തവരുടെയും യഹൂദരുടെയും കയ്യിലിരിക്കുന്ന വേദങ്ങൾ സത്യമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും. അത് ഞാൻ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് ഏത് വേദ ഗ്രന്ഥത്തെ കുറിച്ചാണ്? അത് അവരുടെ അമ്പിയാക്കൾ അല്ലെങ്കിൽ അവരുടെ പ്രവാചകന്മാർക്ക് അള്ളാഹു ഇറക്കപ്പെട്ട ഇഞ്ചീൽ, സബൂർ, തൗറാത്ത് എന്നീ ഗ്രന്ഥങ്ങളെ കുറിച്ചാണ് ഖുർആന്റെ വിവക്ഷ. ഇത് അപ്പൊ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് താങ്കൾ ഇതിലൊന്നും പറയാത്തത്? ഈ അപ്പോസ്തല പ്രവൃത്തിയും മറ്റുള്ളതൊന്നും താങ്കൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല എന്ന ചോദ്യത്തിനും ഖുർആൻ ഉത്തരം പറയുന്നത് എന്താണ്? ഖുർആനിൽ തന്നെ വേറൊരു രീതിയിൽ ഖുർആൻ പറയുന്നുണ്ട് ഇതിനെ വിമർശിച്ചുകൊണ്ട്. എന്താണ്? നിങ്ങളുടെ പുരോഹിതരുടെ കൈകൾ കൊണ്ട് എഴുതപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾ എഴുതി ഉണ്ടാക്കിയത് അത് അള്ളാഹുവിൽ നിന്നും അല്ലെങ്കിൽ ദൈവത്തിന്റെ പക്കൽ നിന്നുമുള്ളതാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെന്ന് ഖുർആൻ തന്നെയാണ് പറയുന്നത്. ഈ പറഞ്ഞ ഖുർആൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് രണ്ടും മിസ്മാച്ച് ആണോ? അല്ല. എന്തുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറയാൻ കാരണം? വേദം എന്താണെന്നും വേദമല്ലാത്ത അവസ്ഥ എന്താണെന്ന് തന്നെ ഖുർആൻ തന്നെ വേർതിരിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഖുർആൻ പറയുന്ന വേദം എന്ന് പറയുന്നത്, അന്ന് 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന വേദം എന്ന് ഖുർആൻ അവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഈസക്കും മോശയ്ക്കും അന്ന് ഇറക്കപ്പെട്ട അതേ രീതിയിലുള്ള ഗ്രന്ഥത്തെ കുറിച്ച് മാത്രമാണ്. അത് അന്നത്തെ യഹൂദർക്കും ക്രൈസ്തവർക്കും അതറിയാമായിരുന്നു. എന്നിട്ടും അതുകൊണ്ടാണ് ഖുർആനിൽ 3:71 അള്ളാഹു പറയുന്നത്, സത്യത്തെയും അസത്യത്തെയും നിങ്ങൾ കളർത്തുകയാണോ അറിഞ്ഞുകൊണ്ട് തന്നെ എന്ന് ഖുർആൻ അവിടെ വ്യക്തമായി ചോദിക്കാൻ തന്നെ കാരണം അതാണ്. അവർക്കറിയാം ഏത് ഗ്രന്ഥം ഏതാണെന്നും ഗ്രന്ഥത്തിലല്ലാത്തത് ഏതാണെന്നും അവർക്കറിയാമായിരുന്നു. അപ്പോൾ അവിടെ പറയുന്ന ഖുർആൻ പറയുന്ന വേദഗ്രന്ഥം ഏതാണ്? തൗറാത്ത്, ഇഞ്ചീല, സബൂറ. അള്ളാഹു നേരിട്ട് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തെ കുറിച്ചാണ്. അല്ലാതെ പിൽക്കാലത്ത് അവരുടെ കൈകളാൽ ഇറക്കപ്പെട്ട ഖുർആൻ തന്നെ പറയുന്ന, നിങ്ങളുടെ കൈകളാൽ എഴുതിയുണ്ടാക്കി ഇത് ദൈവത്തിൽ നിന്ന് ആണെന്ന് നിങ്ങൾ പറയുന്ന ഈ വസ്തുതയെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത്. ഇതാണ് ഈ ചർച്ചയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഖുർആൻ തന്നെ പറയുന്നുണ്ട് എന്താണ്? ഇതാണ് സത്യമെന്നും എന്താണ് സത്യമല്ലാത്തതെന്നും ഖുർആൻ തന്നെ വേർതിരിച്ച് പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം.
മനസ്സിലായോ? ഇതാണ് നമ്മ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതും. ഒരു മുസൽമാനായാലും എന്ത് ഖുർആന്റെ തിരിച്ചു വിവക്ഷ പറഞ്ഞ ഇങ്ങനെയാണ് നിങ്ങൾ താങ്കൾ മനസ്സിലാക്കുന്നതും. പറഞ്ഞ അതുകൊണ്ടാണ് ഖുർആൻ എന്താണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥത്തിൽ കൈകടത്തലുകൾ അല്ലെങ്കിൽ അതിൽ ബ്രദറെ ഇങ്ങനെ പുരോഹിതന്മാരുടെ റിപ്പീറ്റ് അടിക്കാതെ കൈകടത്തലുകൾ ഉണ്ടായി എന്ന് പറയാൻ കാരണം റിപ്പീറ്റ് അടിക്കാതെ ഇതേ കാര്യം തന്നെയാണ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇരുന്ന് പറയുന്നത്. ഓക്കെ, അല്ല ഞാൻ കൺക്ലൂഷൻ പറഞ്ഞു. ഇത്രേ ഉള്ളൂ ഇതിൽ കാര്യം. അതാ കൺക്ലൂഷൻ ചർച്ചയുടെ നിങ്ങളുടെ നമ്മൾ ചർച്ച ചെയ്ത കൺക്ലൂഷനും കാര്യങ്ങൾ നിങ്ങളുടെ തന്നെയാണ്. സ്റ്റാർട്ടിങ്ങും നിങ്ങളുടെ കൺക്ലൂഷനും പിന്നെ സ്റ്റാർട്ടിങ്ങും എനിക്ക് ഒരേ ബ്രദർ കാര്യങ്ങളാണ്. ബ്രദർ അല്ല, ഒരു എനിക്കറിയാനുള്ളത് അല്ല മിനിറ്റ് ഇത് അല്ല അത് പറഞ്ഞു തീർക്കട്ടെ, അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ. തരാം സണ്ണെ തരാം, സണ്ണെ തരാം. അല്ല അതായത് സണ്ണെ തരാം. എന്റെ ഒരു മിനിറ്റ്. കഴിഞ്ഞു, എന്റെ വാദം കഴിഞ്ഞു. ബ്രദർ ഞാൻ ഓക്കെ, ചോദിച്ചതേ താങ്കൾ ഇതെല്ലാം പറയാൻ കാരണം എന്താണ്? എനിക്കതാണ് ഞാൻ പറയാം. അറിയേണ്ടത്. അത് ഞാൻ പറയാം. ഓക്കെ സണ്ണെ, ഞാനും കൂടി ഒന്ന് പറഞ്ഞതിന് ശേഷം മതിയോ? അന്ന് അപ്പൊ പിന്നെ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാം. ഓക്കെ ഷാഫി, ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് ഞാൻ അവസാനം ഞാൻ പറയാം. ഓക്കെ, ഇപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞതിന് ഞാനൊന്ന് പ്രതികരിക്കുകയാണ്. ഓക്കെ, തൗറാത്തും ഇഞ്ചിയിലും തിരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ള താങ്കളുടെ വാദം, അതായത് താങ്കൾ അങ്ങനെ പറയുന്നില്ല, ഞാൻ സമ്മതിച്ചു. താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. താങ്കൾ പറയുന്നത് തൗറാത്തും ഇഞ്ചിയിലും തിരുത്തപ്പെട്ടിട്ടില്ല, അത് താങ്കൾ സമ്മതിക്കുന്നു. വെരി ഗുഡ്, താങ്കൾ അത്രയെങ്കിലും സമ്മതിക്കുന്നുണ്ടല്ലോ, വളരെ നല്ല കാര്യം. ഞാൻ പറയുന്നത് ഈ തിരുത്തപ്പെടാത്ത തൗറാത്തും ഇഞ്ചിയിലും 7-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെ കൈകളിൽ ഉണ്ട്. ഓക്കെ, 7-ാം നൂറ്റാണ്ടിൽ. ഓക്കെ, അല്ല അതിലൊരു പോയിന്റ് ചേർക്കാനിട്ട, തിരുത്തപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അതിൽ മറ്റുള്ള പണ്ഡിതന്മാരുടെ എഴുത്തുകൾ കടക്കപ്പെട്ടിട്ടുണ്ട് എന്നും എന്റെ വാദം കേട്ടോ. തിരുത്തപ്പെടുക മാത്രമല്ല ഞാൻ പറഞ്ഞത്, അതിൽ പുരോഹിതന്മാരുടെ കൈകളാൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അവര് ദൈവത്തിൽ നിന്നുമാണെന്ന്, ഇത് ഖുർആൻ പ്രൂവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ല, ദൈവത്തിൽ നിന്നുമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൈകളാൽ എഴുതപ്പെട്ടത് ഇത് ദൈവത്തിൽ നിന്നാണെന്ന് അവർ പ്രൂവ് ചെയ്തിട്ട് ഇതിൽ കടത്തപ്പെട്ടിട്ടുണ്ട്. അത് താങ്കൾ മനസ്സിലാക്കണം. അത് താങ്കൾ അങ്ങനെ ഒരു മിനിറ്റ്, താങ്കൾ ഇപ്പൊ അങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടു. പക്ഷെ താങ്കൾക്ക് അതിന്, അതായത് അതിൽ എന്ന് പറഞ്ഞാൽ മുൻ വേദങ്ങളിൽ ഇന്നതുപോലെ തിരുത്തലുകൾ വരുത്തി അല്ലെങ്കിൽ അവരുടെ പണ്ഡിതന്മാര് തിരുത്തൽ വരുത്തി എന്ന് പറയുന്ന ഒരു വാക്യം താങ്കൾ കാണിച്ചു തന്നില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നേരെ. ഓക്കെ, ഇനി ഞാനൊന്ന് കണ്ടിന്യൂ ചെയ്യട്ടെ. താങ്കൾ എടുത്തോളൂ, കുഴപ്പമില്ല. അല്ല, തൗറാത്ത് ഇഞ്ചി തിരുത്തപ്പെട്ടി അവര് അങ്ങനെയല്ല ഞാൻ വാദിച്ചത്. അവരുടെ കൈകളെ എഴുതപ്പെട്ടു, അതിൽ ചേർക്കപ്പെട്ടു. ഈ ഗ്രന്ഥങ്ങളിൽ അവരുടെ തോന്നലുകൾ അവർ ചേർക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ രീതിയിൽ അതിനവര് എന്താണ് തിരുത്തി എന്ന് പറയുന്നില്ലല്ലോ ബ്രദറെ. ഞാനിപ്പോഴും പറഞ്ഞിട്ടില്ല തിരുത്തിന്ന്. അതിൽ എഴുതപ്പെട്ടു, അതിൽ അവരുടെ കൈകൾ കടത്തപ്പെട്ടു എന്ന് പറഞ്ഞാല് അവരുടെ ഗ്രന്ഥം ഉണ്ടാക്കിയിട്ട് അല്ലല്ല. ഒരു മിനിറ്റ്, ജസ്റ്റ് നമുക്ക് ആ വിഷയത്തിലോട്ട് വരാം. ബ്രദറെ, താങ്കളുടെ വാദത്തെ സാധൂകരിക്കുന്ന ഒരു വാക്യം എടുത്ത് തന്നേരെ. ഇതാണ് താങ്കൾ പറയുന്നത്, മുൻ വേദങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അവര് പുതിയത് എഴുതി ചേർത്തു അല്ലേ? അതിന് ഉള്ള താങ്കൾ ഒരു വാക്യം താങ്കൾ എടുത്തോണ്ട് പോരെ. ഓക്കെ, ഇനി ഞാൻ എന്തായാലും താങ്കൾ ആദ്യം പറഞ്ഞതിൽ ഞാനൊന്ന് ഇത് ചെയ്യാണ്. ഇനി താങ്കൾ പറയുന്നു ഇഞ്ചിയിൽ മാത്രം ആണ്, അതല്ലാതെ മറ്റ് അപ്പോസ്തല പ്രവർത്തികള് കാര്യങ്ങള് ഇതൊന്നും പ്രതിപാദിക്കുന്നില്ല. ബ്രദറെ, അങ്ങനെയല്ല ഖുർആൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ വായിച്ചു നോക്കേണ്ടത്, ഇപ്പോ ഈ വിഷയത്തിൽ ഷാഫി ഒരു പഠനം നടത്തുക. എന്താണ് ഖുർആൻ മുൻ വേദങ്ങളെ കുറിച്ച് പറയുന്നത്? മുൻ വേദങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് പലയിടത്തും ക്രൈസ്തവരുടെ കൈകളിൽ 7-ാം നൂറ്റാണ്ടിൽ ഉള്ള ഗ്രന്ഥത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ 4-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ക്രൈസ്തവരുടെ കയ്യിൽ ഇന്നുള്ള പുസ്തകം പോലെ മൊത്തം ബൈബിള് അന്ന് അവൈലബിൾ ആണ്. ഓക്കെ, ഇന്നുള്ളത് പോലെ വാസ്റ്റ് നമ്പർ അവൈലബിൾ അല്ല, പക്ഷെ അവൈലബിൾ ആണ്. ഓക്കെ, അതിനകത്ത് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ അപ്പോസ്തല പ്രവൃത്തിയും അതുപോലെ അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളും ഇതെല്ലാം അവൈലബിൾ ആണ്. ഈ ഗ്രന്ഥത്തെയാണ് ക്രൈസ്തവരുടെയും യഹൂദരുടെയും പക്കലുള്ള ഗ്രന്ഥമെന്ന് 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് പറയുന്നത്. അപ്പൊ ഇത് എന്നു തൊട്ടും ഉണ്ട് ക്രൈസ്തവരുടെ കയ്യിൽ ഇതുപോലെ ബുക്കായിട്ട് തന്നെ. ഇതെല്ലാം 4-ാം നൂറ്റാണ്ടിലുണ്ട്. അത് 400-കളിലുണ്ട്, 500-കളിലുണ്ട്, 600-കളിലുണ്ട്. ഓക്കെ, 600-കളിലാണ് മുഹമ്മദ് പ്രവാചകത്വം സ്വീകരിച്ച് ഈ പ്രബോധനമൊക്കെ നടത്തുന്നത്. അപ്പൊ ഏകദേശം 300 വർഷങ്ങൾ പിന്നിട്ടു എന്ന് ഓർക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ എല്ലാ പുസ്തകങ്ങളും, അതായത് അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളും അതുപോലെ ഈ അപ്പോസ്തല പ്രവൃത്തിയും ഇങ്ങനെയുള്ള എല്ലാ പുസ്തകങ്ങളും കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ പുസ്തകം ക്രൈസ്തവരുടെ കയ്യില്
7-ാം നൂറ്റാണ്ടില് ഉണ്ട്. ഈ ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകത്തെ അല്ലെങ്കിൽ ഗ്രന്ഥത്തെ ശരിവെക്കുന്നു എന്നാണ് ഖുറാൻ പറയുന്നത്. ഓക്കെ, ഇനി താങ്കൾ ചോദിച്ചു ഇതിനെ എവിടെയെങ്കിലും ഖുറാൻ ശരിയാണെന്ന് പറയുന്നുണ്ടോ അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നുണ്ടോ? ബ്രദറെ, ഒരൊറ്റ സ്ഥലത്തും താങ്കൾ പറഞ്ഞതുപോലെ പറയുന്നില്ല. മറിച്ച് ഞാൻ പറയുന്നത് പോലെയാണ് പറയുന്നത്. എങ്ങനെ? ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകം ശരിയാണ് എന്നാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒരു രീതിയിലല്ല പറയുന്നത്. ഞാൻ പറയുന്നതിന് ഞാനൊരു റെഫറൻസും താങ്കൾക്ക് തരാം. സൂറ 4 അതിന്റെ 46, 47 വായിക്കാം. ഒരു ഉദാഹരണത്തിന് 47-ാമത്തെ ഭാഗത്തിന്റെ ഒരു ഭാഗം ഞാൻ മാത്രം വായിക്കാം. ഹേ വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ, നിങ്ങളുടെ പക്കലുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് നാം അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുക. കണ്ടോ? അപ്പോ എന്തൊക്കെയാണ് വേദം നൽകപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ? ക്രൈസ്തവരും യഹൂദരുമായുള്ളവരെ. നിങ്ങളുടെ പക്കലുള്ള വേദത്തെ, അതായത് ക്രൈസ്തവരുടെയും യഹൂദരുടെയും കൈകളിലുള്ള വേദത്തെ. അതിനകത്ത് ഇഞ്ചിലെന്നും അല്ല പറഞ്ഞത്, വേദത്തെ. എക്സാക്ട്ലി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിച്ചു കേൾപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഇഞ്ചിയിലും തൗറാത്തും പേരെടുത്ത് പറയുന്ന വേറെ 12 സ്ഥലങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാതെ ക്രൈസ്തവരുടെയും യഹൂദരുടെയും കൈകളിലുള്ള പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം എടുത്ത് വായിച്ചു കേൾപ്പിക്കാൻ ഉള്ള കാരണം അതാണ്. അപ്പോ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവരുടെ കൈകളിലുള്ള പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തിയും അതുപോലെ തന്നെ അപ്പോസ്തലന്മാരുടെ മറ്റു ലേഖനങ്ങളും അടങ്ങിയ ഗ്രന്ഥമാണ്. അതിനെയാണ് മുഹമ്മദ് പറയുന്നത് നിങ്ങളുടെ പക്കലുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് നാം അവതരിച്ചതിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് മുഹമ്മദ് ഖുറാനില് പൗലോസിന്റെയോ പത്രോസിന്റെയോ ലേഖനങ്ങളെ ഒന്നും വിമർശിക്കാതെ ജനറൽ ആയിട്ട് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് ശരിയാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ മുഹമ്മദിന് തിരുത്തി പറയാറുന്നല്ലോ, നിങ്ങളുടെ കയ്യിലുള്ള ആ പുസ്തകത്തിൽ ഇഞ്ചീൽ ഭാഗം ശരിയാണ്, ബാക്കിയുള്ളത് ശരിയല്ല, അങ്ങനെ പറയാറുന്നല്ലോ. പക്ഷെ അങ്ങനെയൊന്നും പുള്ളി പറയുന്നില്ല. ഇനി ഇതിന്റെ ഒരു ഭാഗം ഇത്രയേ ഉള്ളൂ. ഈ പുസ്തകം അനുസരിച്ച് ജീവിക്കാത്ത വേദക്കാരെ വിമർശിക്കുന്നുണ്ട്. അത് ഇന്ന് ഞങ്ങളും ചെയ്യുന്നുണ്ട്, നിങ്ങൾ മുസ്ലിങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോ ഏതെങ്കിലും ഒരു മുസ്ലിം ഖുറാൻ അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ വിമർശിക്കുന്നുണ്ട്. ഖുറാനിൽ ഇന്നതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അതനുസരിച്ച് ജീവിക്കുന്നില്ല. അപ്പോ നിങ്ങൾ മുസ്ലിങ്ങളെ വിമർശിക്കും എന്നുള്ളത് കൊണ്ട് അത് ഖുറാൻ തിരുത്തപ്പെട്ടു എന്നുള്ള വാദം വരുന്നില്ല. ഇനി അവസാനം താങ്കൾ പറഞ്ഞതാണ് നിങ്ങളുടെ കൈകളിൽ ഉള്ളതിൽ തൗറാത്തും ഇഞ്ചിയിലും ഉണ്ട്, അതിനോട് കൂടെ ഇതും കൂടെ ചേർക്കപ്പെട്ടു. ഖുറാൻ അങ്ങനെയും പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് പറയുന്നത് അങ്ങനെ ഖുറാൻ അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതേ താങ്കൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് എന്താണ്? നമ്മൾ പറയുമ്പോൾ ഒരേ മിസ്റ്റേക്കുകൾ വരും. അത് ഖുറാനിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അല്ല, അത് താങ്കൾ ഖുറാനിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ ഖുറാനിൽ കുറെ വചനങ്ങൾ കാണിച്ചു തന്നു. ഇത് ഈ സമയത്ത് എന്താണ് യഹൂദരുടെ കൈകൾ കൊണ്ട് ഗ്രന്ഥം ഉണ്ടാക്കിയത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ബക്കറയുടെ 2:79, അതേപോലെ 3 എത്രയാണ് നോക്കേണ്ടി വരും. 3 ഞാൻ നേരത്തെ വായിച്ച ഒരു ആയത്ത്. ഇതൊക്കെ ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രയാണ് 3:87. യെസ്, അതന്നെ 3:87. അതുകൂടാതെ 3:79 ഞാൻ പറഞ്ഞു, സത്യവും അസത്യവും കൂടിച്ചേരുന്ന 2 കാര്യം. ഈ ഒരു 3 കാര്യം ഇങ്ങനെയുള്ള പോയിന്റുകൾ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. അവരുടെ കയ്യിൽ അത് മാത്രമല്ല എന്തുണ്ടായിരുന്നു, അവരുടെ കൈകൾ കൂടി. അതാണ് ഞാൻ പറയാൻ കാരണം കേട്ടോ. അല്ലാതെ രണ്ടും പറഞ്ഞു മനസ്സിലായി താങ്കൾക്ക്? 2:80 ഈ മക്കയിൽ മാത്രമല്ല ബൈബിൾ ഉള്ളത് ആ സമയത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള പല ഭാഗങ്ങളിലുള്ള ബൈബിളും അല്ലെങ്കിൽ ആ ഇഞ്ചിയിലും, നിങ്ങൾ ഈ പറയുന്ന ഇഞ്ചിയിലും തൗറാത്തും തിരുത്തപ്പെടണം. അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്തത്? ഞാനത് ബ്രദർ അങ്ങനെയല്ല എന്റെ വാദം. ഇപ്പൊ എനിക്കറിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് ഇക്യു ബ്രദറിനോട് ചോദിച്ചത് 7-ാം നൂറ്റാണ്ടിന് മുന്നേ തന്നെയാണോ പറഞ്ഞത്. അല്ല ജെർസൺ ബ്രദർ, അതുകൊണ്ടാണ് ഞാൻ ഇക്യു ബ്രദറിനോട് ചോദിച്ചത് 7-ാം നൂറ്റാണ്ടിന് മുന്നേ തന്നെയാണോ ഇത് മറ്റുള്ള ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തതാണെന്ന് എന്റെ ചോദ്യം ഞാൻ നേരത്തെ ചോദിക്കാൻ കാരണം തന്നെ അതാണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ വാദമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെ ഉണ്ടായിരുന്നു എന്റെ വാദം എന്തായിരുന്നു?
ഈ ഗ്രന്ഥത്തോടൊപ്പം അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഇന്ന് അപ്പോൾ കാണുന്ന താങ്കൾക്കത് ബൈബിൾ അതില് അപ്പോൾ താങ്കൾക്ക് അല്ല താങ്കൾക്ക് മനസ്സിലായി ഇപ്പോഴുള്ള ബൈബിളും അന്നത്തെ ബൈബിളും അതിന് മുമ്പുള്ള ബൈബിളും ഒരേപോലെ തന്നെ ഉള്ളൂ, തിരുത്തപ്പെട്ടിട്ടില്ല. ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ ബൈബിൾ എന്നുള്ള വാക്കിനെ ഞാൻ അല്ല, ഒരു ഉപയോഗിക്കില്ല. മിനിറ്റ്, എനിക്ക് സണ്ണെ നമുക്ക് തരുവാണ്, ഇത് കൺക്ലൂഡ് സണ്ണെ ചെയ്യാം. തരുവാണ്. ഈ ജോ ബ്രദർ ഒന്ന് ബ്ലിങ്ക് ഓക്കെ, ചെയ്യുന്നുണ്ടായിരുന്നു, ജോ ബ്രദർ ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല ഞാൻ നിർത്താണ്. എനിക്ക് സംഭവം എന്റെ വാദം ഞാൻ വെച്ചു, താങ്കൾ വാദം വെച്ചു. അല്ല ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറഞ്ഞത്. ഖുറാൻ വെച്ചിട്ട് പിടിച്ചെടുത്ത് തന്നെ കിടന്ന് കറങ്ങുന്നതായിട്ടാ തോന്നുന്നത്. താഴെ ഇരുന്ന് തെളിവിന്റെ ഭാരം വരുമ്പോഴാണ് താങ്കൾ അങ്ങനെയല്ല പറയുന്നത്. ഇപ്പൊ രണ്ടും അല്ലാത്ത രീതിയിൽ താങ്കൾ ബ്രദർ എന്താ പറയുന്നതെന്ന് ആലോചിക്കുന്നത്. ഇതിപ്പം ആര് തിരുത്തിയെന്നും പറയുന്നുണ്ട്, പറഞ്ഞു വരുമ്പം തിരുത്തി എന്നുള്ള രീതിയിലാ ബ്രദർ പറഞ്ഞു വരുന്നത്. പക്ഷെ അതിന് തെളിവ് ചോദിക്കേണ്ട വരുന്നതുകൊണ്ട് തെളിവിന്റെ ഭാരം വരുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നില്ലെന്നും പറയുന്നു. ഇത് ഏതിലും ഒന്നില് ഉറച്ചു അങ്ങനെയല്ല, നിൽക്കുക. അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ. 2:80 ഇവിടെ വായിച്ചു. അതുപോലെ സൂറത്ത് 3:80 വായിച്ചു. 2 എത്രയാണ് വായിച്ചത്? അത് 2-3 കാര്യങ്ങളിവിടെ വായിച്ചു കഴിഞ്ഞു. എന്താണ് ഇതിൽ ഈ ഗ്രന്ഥങ്ങളല്ല ഞാൻ പറഞ്ഞത്, ഈ മുൻകാല പണ്ഡിതന്മാർ അവരുടെ കൈകളാൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് ഖുർആൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്ന 2-3 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് നമ്മ അത് അനുസ്മരിക്കരുത് എന്നാണ് എന്റെ കാര്യം, ഞാൻ പറയാൻ കാരണം. അല്ലെങ്കിൽ ഖുർആൻ അങ്ങനെ പറയേണ്ട ആവശ്യകതയില്ല വേദക്കാരെ കുറിച്ച്. അത്ര മനസ്സിലായോ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത് ബ്രദറെ. അല്ലാണ്ട് ഞാൻ പറഞ്ഞത് എന്താണ്, നിങ്ങൾ അന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ കാര്യം പറയാൻ വഴിയില്ല. അതായത് വേദക്കാരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്ന കാര്യവും പറയേണ്ട കാര്യമില്ല ഇവിടെ. അതാണ്, അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടെന്ന്. അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ജെർസൺ ബ്രദറെ, അതായത് അതിന്റെ വിഷയം എന്താണെന്ന് അറിയോ ജെർസൺ ബ്രദറെ? ഞാൻ ചെറിയൊരു കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. അല്ലല്ല, ചെറിയൊരു കാര്യം ഞാൻ പറയാം. താങ്കൾക്ക് ഒരു കാര്യം ഞാനേ കൺക്ലൂഡ് ചെറിയൊരു കാര്യം പറയും. അന്നത്തെ കാലത്ത് ഈ 6-ാം നൂറ്റാണ്ടിൽ മക്കയിലും മദീനയിലും 2 വിഭാഗം യഹൂദരുണ്ടായിരുന്നു. സത്യത്തെ മുൻനിർത്തി അതിനെ കളവാക്കി കണ്ടവരും, ആ രീതിയിൽ എന്താണോ വേദഗ്രന്ഥം കാണിച്ചു തന്നത് അതേ രീതിയിൽ ജീവിച്ച ആളുകളുണ്ടായിരുന്നു. അതങ്ങൾ മനസ്സിലാക്കണം. 2 വിഭാഗത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. എന്താണ് സത്യം? ദൈവം അവരിലേക്ക് ഏത് വേദത്തെയാണോ ഇട്ടുകൊടുത്തത് അതേ രീതിയിൽ. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇക്കു ബ്രദർ വായിച്ചില്ലേ, നിങ്ങൾക്ക് നൽകപ്പെട്ടതിലും ഞങ്ങൾക്ക് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് മുഹമ്മദ് നബി വായിക്കാൻ കാരണം എന്താണ്? ആ കാലഘട്ടത്തിൽ എന്താണോ വേദം പറഞ്ഞത് ആ രീതിയിൽ ജീവിച്ചൊരു വിഭാഗം എന്താണ് വേദക്കാരുണ്ടായിരുന്നു. ഈ രീതിയെ അല്ല ഷാഫി, അതെല്ലാ കാലത്തും ഉണ്ട് ബ്രദറെ, അതെല്ലാ കാലത്തും അതാണ് ഉണ്ട്. വിഷയം, അല്ല, അതാണ് വിഷയം. ഒരു മിനിറ്റ് ഞാൻ പറയാം. ഇന്ന് മുസ്ലിങ്ങൾ അങ്ങനെ ജീവിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. ഇന്ന് മുസ്ലിങ്ങൾ അല്ലല്ല, പലതരത്തിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ജീവിക്കുന്നില്ലേ? വേദങ്ങളെ വളച്ചൊടിച്ചിട്ട് മുസ്ലിങ്ങളും ജീവിക്കുന്നില്ല. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മിനിറ്റ്, ഇപ്പൊ ഖുറാനിസ്റ്റുകൾ വിശ്വസിക്കുന്ന പോലെയാണോ അങ്ങനെയല്ല നിങ്ങൾ ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നത്? ബ്രദറെ. അതായത് കൈകൊണ്ട് എഴുതപ്പെട്ട ഒരു മുസൽമാൻ കൈകൊണ്ട് എഴുതപ്പെട്ട ഇത് ഖുറാനിൽ നിന്നുള്ളതാണെന്ന് ആരെങ്കിലും ഇവിടെ മുസ്ലിങ്ങൾ വാദിക്കുന്നുണ്ടോ? അന്നത്തെ കാലത്ത് അങ്ങനെയുള്ളവരുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ബ്രദറെ മനസ്സിലായോ? കൈകൊണ്ട് എഴുതാനല്ലേ പറ്റുള്ളൂ. അല്ല ബ്രദറെ, ഇപ്പൊ മിഷന ഇത് അച്ചടിക്കുമല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞു വന്നതേ അന്നത്തെ മക്ക മദീനയില് 2 വിഭാഗ രീതിയിലുള്ള വേദക്കാരുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഖുർആനിൽ ഈ 2 രീതിയിലുള്ള സമർത്ഥനങ്ങൾ ഖുർആൻ നടത്താൻ കാരണം. താങ്കൾ പറഞ്ഞു മനസ്സിലായോ? ഈ മറ്റേ ബ്രദർ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. കാരണം ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ഞാൻ എന്റെ രീതിയിൽ ഖുർആൻ എന്താണോ പറയുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഖുർആൻ 2 രീതി സമർത്ഥിക്കാൻ കാരണം? ഞാനേ ഒരു മിനിറ്റ് ഷാഫി, നമ്മുടെ ഈ ഷാഫി ഒരു മിനിറ്റ്. ഈ സൺ ബ്രദറും അതുപോലെ ജോ ബ്രദറൊക്കെ ഇടയ്ക്ക് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് സമയം കൊടുക്കാൻ പറ്റിയില്ല. സൺ എന്തോ പറയാൻ ഉദ്ദേശിച്ചേ? ഞാൻ ഇടയ്ക്ക് നിങ്ങളെ നിർത്തുന്നത് മറ്റൊന്നുമല്ല, നമ്മളൊരു സംസാരം ഒന്ന് സൈഡ് എനിക്ക് അല്ല ബ്രദറെ ഇത്രയും നേരം സമയം തന്നതിന് സന്തോഷം. എന്റെ വാദങ്ങൾ വെക്കാനും അതിനുള്ള സമയം താങ്കൾ തന്നതിൽ വളരെ സന്തോഷം. ഇനിയും വരാം. നിങ്ങൾ തീർച്ചയായിട്ടും വരിക, വീണ്ടും വരിക, നമുക്ക് സംസാരിക്കാം, കുഴപ്പമില്ല. ഷാഫി പോവാണോ? ഇല്ല, ഞാനിവിടെ ഉണ്ട്. അല്ല, ഞാൻ കൺക്ലൂഡ് ചെയ്തതാണ്. ഞാൻ ഇപ്പൊ ടൈം ആയില്ലേ നമുക്ക്. താങ്കൾ പറഞ്ഞു ഇഞ്ചിയിൽ ശരി, അവിടെ വരെ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ഇതിനു വേണ്ടി നിർത്തുകയാണ്. ഒരു കാര്യം, ഇഞ്ചിയിൽ ശരിയാണെന്ന് പറഞ്ഞു, അതിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇപ്പോഴുള്ള ബൈബിളിൽ ഇപ്പൊ ബൈബിളിൽ താങ്കൾ ക്രിസ്ത്യാനികൾ പറയുന്ന ഇഞ്ചില് അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുന്ന കാര്യം ശരിയാണെന്ന് താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? അതായത് ഞാൻ ഇന്നത്തെ കാര്യമില്ല. ഇഞ്ചിൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ ഖുർആൻ പറയുന്ന വേദം അല്ലെങ്കിൽ ഇഞ്ചിൽ എന്ന് പറയുന്നത് ഇന്നത്തെ ബൈബിൾ അല്ല. എനിക്ക് അങ്ങനെ വാദില്ല.
4 സുവിശേഷങ്ങളുടെ കാര്യം പറഞ്ഞത്. അത് ബ്രദറെ ശരിയാണെന്ന് ബ്രദറെ ഉറപ്പിക്കാൻ ഒരു പറ്റും. മിനിറ്റ്. അപ്പോ എന്തോ ഈസാ നബിക്ക് നിങ്ങളുടെ ഖുറാനിൽ പറയുന്നത് പോലെ ഈസാ നബി ജനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ വന്ന സംഭവമാണോ ഇഞ്ചിയില്? അല്ലല്ല അത് മുഹമ്മദ് നബിക്ക് പറഞ്ഞത് എങ്ങനെയാണ് ഖുർആൻ നേരത്തെ കിട്ടിയത്? പറഞ്ഞാണ്. അത് നേരത്തെ ചോദിച്ചാണ്. അതൊക്കെ ഞാൻ ഇവിടെ സംസാരിച്ചതാണ്. അത് നേരത്തെ സംസാരിച്ചത്, ആ വിഷയം സംസാരിച്ചു. അപ്പൊ ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. അതായത് ഇപ്പൊ സുവിശേഷം എന്ന് പറയുന്നില്ലേ, ആ സാധനം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന്? അതായത് ഞാൻ ഇഞ്ചിയിലായിട്ട് അംഗീകരിക്കാത്ത കാര്യം ഞാൻ പറയാം. ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന ഈസാ നബി അല്ലല്ല ഞാൻ പറഞ്ഞുതരട്ടെ, ഞാൻ താങ്കളോട് പറഞ്ഞുതരട്ടെ. അല്ല ഞാൻ എന്റെ ഒരു 4 കൺസെപ്റ്റാണ് ഞാൻ സുവിശേഷത്തിന്റെ പറഞ്ഞത്. കാര്യം മാത്രമാണ് ഞാൻ ചോദിച്ചത്. 4 സുവിശേഷത്തിന്റെ കാര്യം മാത്രമാണ് 4 ചോദിച്ചിട്ടുള്ളൂ. സുവിശേഷത്തിന്റെ കാര്യം ചോദിച്ചത്. അത് ശരിയാണ്. 4 സുവിശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഏതാണ് സുവിശേഷം എന്ന് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഈ അപ്പോസ്തല പ്രവൃത്തികളുണ്ടല്ലോ, അപ്പോസ്തല അതായത് പ്രവൃത്തികളെ പറ്റി ചോദിക്കുന്നില്ല. 4 സുവിശേഷങ്ങൾ. ബ്രദറിന്റെ കൺസെപ്റ്റ് അല്ല ഇവിടെ ക്ലിയർ ആണെങ്കിൽ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞല്ലേ പോകേണ്ടത്. ബ്രദർ ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് കിടന്നെടുത്ത് തന്നെ കറങ്ങുക ചെയ്യുന്നത്. കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് താങ്കൾ നേരത്തെ വ്യക്തമായിട്ട് പറഞ്ഞു ഉത്തരം വന്നിട്ടുണ്ട്. ഇഞ്ചിയില് ബൈബിളിലുള്ളത് ശരിയാണെന്ന് പറഞ്ഞു. അതായത് അപ്പസ്തോല പ്രവൃത്തി താങ്കൾ മാറ്റിവെച്ചു, ഇഞ്ചിയിലുള്ളത് ശരിയാണെന്ന് പറഞ്ഞു. അതായത് സുവിശേഷങ്ങൾ ശരിയാണെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. നിങ്ങൾ ആ ഇഞ്ചിയിൽ തന്നെയാണ് ഇന്നുള്ള ബൈബിൾ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ എങ്ങനെ പറയാം? ഞാൻ ഖുർആൻ പറഞ്ഞ താങ്കൾ ഇഞ്ചിയിലാണ് 7-ാം നൂറ്റാണ്ട്. എങ്ങനെ? 7-ാം നൂറ്റാണ്ടിലെ ഇഞ്ചിയിൽ കൊണ്ടുവന്ന് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കും. ഓക്കെ, അതെ അത് ചെയ്താൽ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്നിരിക്കുന്നതാണ് നേരത്തെ താങ്കൾ 7-ാം അത് നൂറ്റാണ്ടിലുള്ള, പറഞ്ഞു. അതായത് പറഞ്ഞ മനസ്സിലായോ? അതായത് സണ്ണ് വിശ്വസിക്കുന്ന ഇന്നത്തെ ബൈബിളാണ് 7-ാം നൂറ്റാണ്ടിൽ ഇരുന്ന യഹൂദ ക്രൈസ്തവർ വിശ്വസിച്ചിരുന്നത് എന്നുള്ളത് അത് പഠന വിധേയമാക്കേണ്ട കാര്യമാണ്. ഓക്കെ അത് ഷാഫി, ഞാനൊരു കാര്യം ആഡ് അല്ലാന്ന് ചെയ്തത്. പറയാൻ ഒരു കാര്യം കാരണം ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഒരു ഒറ്റ കാര്യം പറഞ്ഞത് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഷാഫി, 7-ാം നൂറ്റാണ്ടിൽ ഈവൻ 4-ാം നൂറ്റാണ്ടിലുള്ള കംപ്ലീറ്റ് ബൈബിള് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. കോഡെക്സ് സിനൈറ്റിക്കസ് എന്നുള്ള ബൈബിള്. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്ക് ആ സാധനം ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന എക്സാക്ട് ബൈബിൾ പോലെ നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈബിളിന്റെ ഒത്തിരി മാനുസ്ക്രിപ്റ്റ്, മനസ്സിലായോ, ആയിരക്കണക്കിന് മാനുസ്ക്രിപ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടെന്നേ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇതേ ബൈബിള് മുഹമ്മദിന് മുൻപുണ്ടായിരുന്നു എന്നുള്ളതിന് ഞങ്ങൾക്ക് തെളിവ് വെക്കാൻ പറ്റും. മനസ്സിലായോ? ഞങ്ങളുടെ കയ്യിലുള്ള സാധനത്തിന് ഒരു ചേഞ്ചും വന്നിട്ടില്ല. നിങ്ങൾ പറയുന്ന സാധനത്തിനൊട്ട് തെളിവുമില്ല. മനസ്സിലായോ? ഷാബിക്ക് ആ ഒരു കോൺട്രഡിക്ഷൻ മനസ്സിലാവുന്നുണ്ടോ? കോഡെക്സ് സിനൈറ്റിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഇന്നുണ്ടായിരുന്ന കംപ്ലീറ്റ് ബൈബിളാണ്. ചാവുകടൽ ജൂറലിനെ കുറിച്ച് അറിയാമോ? ഇതൊക്കെ മുഹമ്മദിന്റെ മുമ്പുള്ള കാലത്തുണ്ടായിരുന്നതിന് വ്യക്തമായിട്ടുള്ള എവിഡൻസ്, സയന്റിഫിക് എവിഡൻസ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താണോ, ഇന്ന് കയ്യിലിരിക്കുന്നത് എന്താണോ, അത് മുഹമ്മദിന് മുമ്പുണ്ടായിരുന്നു, മുഹമ്മദിന്റെ കാലഘട്ടത്തിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നേ. അതിൽ ഞങ്ങൾക്ക് തർക്കൂല, ഇവിടെ ആർക്കും തർക്കൂല. അതിലെനിക്ക് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അപ്പൊ ഷാഫി പറയേണ്ട, ഷാഫി ഈ ഇഞ്ചിയിലല്ല ഖുറാൻ പറയുന്ന ഇഞ്ചിയിൽ എന്ന് പറയുമ്പോൾ, ഒരു മിനിറ്റ്, ഈ ഇഞ്ചിയിലല്ല ഖുറാൻ പറയുന്ന ഇഞ്ചിയിൽ എന്ന് പറയുമ്പോൾ ഷാഫിയാണ് തെളിവ് കൊണ്ടുവന്നിട്ട് കണ്ടോ ഇതാണ് ഖുറാൻ പറയുന്ന ഇഞ്ചിയിൽ എന്ന് പറഞ്ഞൊരു സാധനം കാണിച്ചു തന്നിട്ട് പറയണം ഇതാണ് ഖുറാൻ പറയുന്ന ഇഞ്ചിയിൽ. അതങ്ങനെ കാണിക്കാൻ ഷാഫിയുടെ കയ്യിലുണ്ടോ? നിലവിലില്ല. എവിടെ? ഞാൻ ചോദിക്കുന്നിത്രയുള്ളൂ. ഈ ന്യൂക്ലിയർ ക്ലെയിംസ് ആണ് വെക്കുന്നത്, നിങ്ങൾ വെറും ക്ലെയിം ആണ് വെക്കുന്നത്. അല്ലല്ല, ഈസാ നബിക്ക് ഇറക്കപ്പെട്ടത് ആണെങ്കിൽ തന്നെയും എങ്ങനെയാണ് അതിൽ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ കയറി വരാം? അതൊന്ന് പറഞ്ഞുതരും. ഖുർആൻ പറയുന്നത് ഇഞ്ചീൽ എന്ന് പറയുന്നത് എന്താണ്? വേദഗ്രന്ഥം എന്ന് പറയുന്നത് എന്താണ്? ഞാനിവിടെ ഒരുപാട് മുന്നേ ഞാനിവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞു. സുവിശേഷങ്ങളും മുഹമ്മദിന്റെ മുമ്പ് ഉണ്ടായിരുന്നു തെളിയിച്ചാൽ പോരെ ഷാഫി? ഈ 4 സുവിശേഷങ്ങൾ അങ്ങനെയാണെങ്കിലുള്ള വിഷയം എന്താന്ന് ന്യൂക്ലിയറെ? അങ്ങനെയാണെങ്കിൽ തന്നെ ഖുർആൻ ഈ പറയുന്ന ഈ പ്രൂവുകളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിനെ എന്താണ് കൈകൾ കണ്ട് എഴുതപ്പെട്ടു സൂറത്തുൽ അതായത് മനസ്സിലായി ഷാഫി? ആലി ഇമ്രാനിലെ 80-ാമത്തെ ആയത്തൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ. ഷാഫി ഒരു മിനിറ്റ്, അങ്ങനെ വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വചനങ്ങൾ ഖുർആനിൽ വരാൻ കാരണം. ഷാഫി ഒരു മിനിറ്റ്. ഓക്കെ ക്ലിയർ ആണ്. കാര്യമില്ല. ഞാൻ ഒരു മിനിറ്റ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഷാഫി ഒരു മിനിറ്റ് സമയം തരാന്നേ. ഷാഫി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ ഈസ കൊണ്ട് എന്ന് പറയുന്ന, ഈസ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ആള് കൊണ്ടുവന്നു എന്ന് പറയുന്ന ഇഞ്ചിയിലിന്റെ എന്തെങ്കിലും ഈസ കണ്ടിരുന്ന, ഈസ സംസാരിച്ചിരുന്ന ആൾക്കാർ ഏതാണ്, ഈസ കൊണ്ടുവന്നു വന്ന ഗ്രന്ഥം ഏതാണ്, ആ കാലഘട്ടം ഏതാണ്, ഈസ വന്ന കാലഘട്ടം ഏതാണെന്ന് താങ്കളൊന്ന് പറയാമോ? ഖുറാനിൽ നിന്ന് പറഞ്ഞു തരാമോ?
ന്യൂക്ലിയറെ ഈ നിങ്ങളെ കയ്യിലിരിക്കുന്ന എല്ലാം തെറ്റാണെന്ന് എനിക്ക് വാദില്ല. ഞാൻ പറഞ്ഞ അതിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. അതുകൊണ്ടല്ല ഖുർആനിൽ തന്നെ അതില് എന്താണ് ഒരുപാട് ചരിത്രങ്ങൾ ഖുർആനിൽ തന്നെ ബൈബിളിൽ നിങ്ങളെ കയ്യിലിരിക്കുന്ന ബൈബിളിലെ കാര്യങ്ങൾ വന്നത്. അപ്പൊ ബൈബിൾ എനിക്ക് ശരിയാണ്. ഇതിലൊന്നും വാദില്ല. ബ്രദറെ ഇങ്ങനെ തീർച്ചയായിട്ടും ബൈബിൾ എനിക്ക് ശരിയാണെങ്കിൽ അങ്ങനത്തെ ബൈബിൾ വാദമില്ല. ശരിയാണെങ്കിൽ ഖുറാൻ തെറ്റാണ്. ബൈബിൾ ശരിയാണെങ്കിൽ ഖുറാൻ തെറ്റാണ്. അങ്ങനല്ല, എനിക്ക് അങ്ങനത്തെ വാദമല്ല. ഞാൻ പറയട്ടെ, പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ കേറി കൂടിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതെന്താണ് കേറിക്കൂടെ? അത് അതിന് തെളിവ് എവിടെ? അതിന് അപ്പോസ്തല പ്രവൃത്തി യോഹന്നാൻ സുവിശേഷം ഈസാ നബി എഴുതിയതാണോ, അല്ലെങ്കിൽ യേശു എഴുതിയതാണോ? ഈ യേശു അങ്ങനെ ഒരു സാധനം എഴുതിയെന്ന് ഞങ്ങൾ ആരും ക്ലെയിം ചെയ്തിട്ടില്ല. അത് ഞാനും കരുതില്ല. അപ്പൊ യേശുവിന് ഗ്രന്ഥം ഇറക്കപ്പെട്ടിട്ടുണ്ടോ? യേശുവിന് ഗ്രന്ഥം ഇറക്കപ്പെട്ടു, യേശുവിന് ഞങ്ങനെ ഗ്രന്ഥം ഇറക്കപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ ഖുറാൻ വെച്ചെന്ന് പറയാം. ഖുറാൻ വെച്ചിട്ട് ഈസാ നബിക്ക് ഇഞ്ചീൽ ഖുറാൻ എന്ന് പറയുന്ന നിങ്ങളുടെ വിശ്വാസമല്ലേ? ഗ്രന്ഥം. നിങ്ങളുടെ വിശ്വാസമല്ലേ അത്? അപ്പൊ ഞാൻ ഖുറാനല്ല പറയുന്നത്, അല്ലാണ്ട് ഇവിടെ ഞാൻ ബൈബിളല്ല അപ്പൊ നിങ്ങൾ ചർച്ച ഖുറാൻ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു ഗ്രന്ഥം, അങ്ങനെ ഇഞ്ചീൽ എന്ന് ഈസ അങ്ങനെ ഒരു സാധനം മനസ്സിലായി. ഈസ അങ്ങനെ ഒരു സാധനം കൊണ്ടുവരുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അത് ഖുറാൻ ആ സാധനത്തിന്റെ ഒരു എവിഡൻസ് കൊണ്ടുവന്നാൽ മതി. ഈ സാധനം ഞാൻ പറയുന്ന കാര്യം നമ്മൾ രണ്ടുപേരും സംസാരിച്ചാൽ ശരിയാവില്ല, കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല ഷാഫി. അതുകൊണ്ടാണ് ഷാഫി അപ്പൊ ചെയ്യേണ്ടത്, ഈസ വന്ന കാലഘട്ടം, ഈസ സംസാരിച്ച ജനത, ഈസനെ കണ്ട ആൾക്കാര്, ഈസ കൊണ്ടുവന്ന ഗ്രന്ഥത്തിന്റെ എന്തെങ്കിലും ഒരു മാനുസ്ക്രിപ്റ്റോ എന്തെങ്കിലും ഒരു എവിഡൻസ് ഇത് കൊണ്ടുവന്നിട്ട് പറയണം ഈ സാധനമാണ് ഖുറാൻ പറയുന്ന സാധനം. അത്രയും നാള് ഇതിങ്ങനെ നിങ്ങളുടെ ഒരു വെറും ഒരു ക്ലെയിം, നമുക്കിപ്പോ ഇഷ്ടം പോലെ ക്ലെയിം ഉണ്ടാക്കുക, മനസ്സിലായോ? ഇപ്പൊ മുഹമ്മദ് മറ്റേ ഞാനിപ്പോ പറയണ മുഹമ്മദ് ഭഗവത്ഗീത കൊണ്ടുവന്നിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ക്ലെയിം ആയിട്ട് തന്നെ അവിടെ വെക്കുകയാണ്, മനസ്സിലായി? ഇങ്ങനെ ആരോപണം വെച്ചിട്ട് കാര്യമില്ല, തെളിവ് വെച്ച് സംസാരിക്കും. ന്യൂക്ലിയർ ഇവിടെ വിഷയം എന്ന് വെച്ചാല്, എനിക്ക് നിങ്ങളെ ബൈബിളിൽ ഈസാ നബി പറഞ്ഞ കാര്യമില്ലാന്ന് എനിക്ക് അങ്ങനെ വാദില്ലാന്നേ. താങ്കൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എനിക്ക് അങ്ങനെ ഈസ പറഞ്ഞ കാര്യം ഞങ്ങളുടെ ബൈബിളിൽ ഈസ പറഞ്ഞ കാര്യം ഞങ്ങളുടെ ബൈബിളില്ല. അത് എന്റെ വാദം അങ്ങനല്ല. ഇഞ്ചീൽ എന്ന് താങ്കൾ പറയുന്നത് യേശു വേറെയാണെന്നാണ്. ഓക്കെ, ഞാൻ അതിൽ പ്രൂവ് ചെയ്യുന്നു. എന്റെ വാദം എന്താണ്? ഈസാ നബി പഠിപ്പിച്ച കാര്യങ്ങൾ വേദത്തിലുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതങ്ങനെ നമുക്ക് എടുത്തു നോക്കേണ്ടി വരും. ഒരുപാട് കാര്യങ്ങളില്ലേ. ഖുറാനില് ഇഞ്ചിയിൽ മൊത്തം ഖുറാനിലുണ്ടോ? അതിന്റെ ഒരു വിവക്ഷ മാത്രമാണ് ഖുറാന് പിന്നീട് ഇറക്കപ്പെട്ട ഗ്രന്ഥം. എന്റെ വാദം അതല്ല. എന്റെ വാദം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതില് എന്താണ് പിൽക്കാലത്ത് പണ്ഡിതന്മാർ, യഹൂദ പണ്ഡിതന്മാർ അവരുടെ കൈകൾ കൊണ്ട് എഴുതിയത്, അത് ദൈവത്തിൽ നിന്നാണ് വാദിച്ച് അവരെന്ത് ചെയ്തു, അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഖുറാൻ പറയുന്നു, ഞാൻ പറയുന്നതല്ല. ഖുറാനിൽ എത്രയോ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, മനസ്സിലായോ? അതാണ് ഞാൻ അവിടെ വാദിച്ചത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ അങ്ങനെയാണെങ്കിൽ ഖുർആൻ ഇവിടെ അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ അതെ ഖുർആന്റെ 3-ാമത്തെ ആയത്തിൽ 80-ാമത്തെ ഞങ്ങൾ വായിച്ചു. ഞാനും ഇപ്പൊ ഇവിടെ എത്രയോ ചർച്ചകൾ കഴിഞ്ഞൂടെ, ഞങ്ങളിവിടെ വായിച്ചു. ഞാനിവിടെ വായിച്ചു ഞാൻ കുറെ ഇവിടെ വായിച്ചു. അപ്പൊ നമുക്ക് നീണ്ടു പോയിട്ട് കാര്യമില്ല. അല്ല ഷാഫി, താങ്കൾക്കറിയാമോ അള്ളാഹു ഈസയെയും അള്ളാഹുവിനെയും ദൈവമായിട്ട്, ഈസേനെ പോലും അള്ളാഹുവിന്റെ ഈക്വൽ ആയിട്ട് സംസാരിക്കുന്നത് താങ്കൾ ഖുറാനിൽ കണ്ടിട്ടുണ്ട്? ഇന്നുള്ള ഖുറാനില് അത് വേറെ ചർച്ചയാണ്, നമുക്ക് പിന്നീട് നോക്കാം. ഞങ്ങൾ ഇവിടെ ഒരുപാട് സമയം താങ്ക് യു താങ്കൾ സമയം തന്നേല്. ഷാഫി ബ്രദർ ഇത്ര നേരമായിട്ട് കൺക്ലൂഡ് ചെയ്യാന്ന് പറയുന്നത് അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ വാദം ആർഗ്യുമെന്റ് ഞാൻ വെച്ചില്ലേ ജോയ്? ഞാൻ ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ എന്താണ് മനസ്സിലാക്കിയത്, ഖുറാൻ എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഇനി വേറെ ആർഗ്യുമെന്റ് വെക്കാനില്ല. ഓക്കെ, താങ്ക് യു. അല്ലല്ല, ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് യഹൂദ പണ്ഡിതന്മാരെ എഴുതി ചേർത്തെന്ന് പറഞ്ഞത്, അത് എവിടുന്ന് ഒരു തെളിവ് തന്നാൽ മതി. അതിന് മാത്രം ഏതാന്ന് പറഞ്ഞാൽ മതി, ആ ഭാഗം ഏതാന്ന് പറഞ്ഞാൽ മതി, കൺക്ലൂഷനായി. ഏതാണ് ഖുറാനിൽ നിന്നാണോ പറയണ്ടേ? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പോയിന്റില്ലേ, ലാസ്റ്റ് പറഞ്ഞ സെന്റൻസിൽ ബ്രദർ പറഞ്ഞില്ലേ യഹൂദ പണ്ഡിതന്മാരെ എഴുതി ചേർത്തെന്ന്. ബക്കറയുടെ 79 ഒന്ന് നോക്കിക്കോ. സൂറത്തുൽ ബക്കറ 2-ന്റെ 79 നോക്കിക്കോ. അതുപോലെ 3-ന്റെ 80 അറിയാൻ പറ്റും. ആര് എപ്പോൾ എങ്ങനെ തിരുത്തിന്ന് പറയണമെന്നേ. തിരുത്തിന്ന് പറഞ്ഞിട്ടില്ല ബ്രദറെ. ജോയ് ബ്രദർ താങ്കൾ ആദ്യമേ ഉണ്ടായിരുന്നു ചർച്ചയ്ക്ക്. ഞാൻ ഒരിക്കലും പറഞ്ഞില്ലേ, പിന്നെ തിരുത്തിയെന്നായില്ലേ, എഴുതി ചേർന്ന പറഞ്ഞത്, പിന്നെ അത് ചെയ്യുമല്ലേ ബ്രദർ? ബ്രദറെ താങ്ക് യു, താങ്കൾ സമയം തന്നത്. ബ്രദർ പോയോ?
ഇല്ല ഞാനിപ്പോ അപ്പൊ ഇവിടെ ഉണ്ട്. നമുക്ക് ഇല്ല ഒരു റിക്വസ്റ്റ് ചെയ്യാണ്. ഷാഫി, ഓക്കെ ഞാനൊരു റിക്വസ്റ്റ് ചെയ്യാം. താങ്കൾ താങ്ക് അടുത്ത പ്രാവശ്യം വരണം. വരുമ്പോ താങ്കൾ കൊണ്ടുവരേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മുൻ വേദങ്ങളോട് അന്നത്തെ യഹൂദര് അല്ലെന്നുണ്ടെങ്കിൽ അവര് ചേർത്ത് ഇന്നതുപോലെയും കൂടെ ചേർത്ത് എഴുതി എന്ന് പറയുന്ന ഒരു വേദവാക്യം ഞങ്ങൾ ഇന്ന് കൊണ്ട് കാണിക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് ഇപ്രാവശ്യം കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇനി നിർബന്ധിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ എടുത്തു തന്ന വാക്യത്തിലൊന്നും അതില്ല. ഞാൻ എടുത്തു നോക്കിയിരുന്നു. പക്ഷെ അവിടെ അങ്ങനെയൊന്നുമില്ല. അവിടെ ഞാൻ അത് വായിച്ച് കേൾപ്പിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ അതും ആരാണ്? ഇസ്രയേലിൽ ചിലര്. ഈ ചിലരാരാണ്? അവർക്ക് വേദഗ്രന്ഥത്തെക്കുറിച്ച് ഒരറിവില്ലാത്തവര്. അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് വേദഗ്രന്ഥത്തെക്കുറിച്ച് അവർക്ക് അറിയാത്തവര്. അവരെന്ത് ചെയ്തു? അവരൊരു ഗ്രന്ഥം എഴുതിയുണ്ടാക്കി. എന്നിട്ട് അത് അള്ളാഹുവിങ്കിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അവർക്ക് നാശം. ഇതാണ് അവിടുത്തെ. അല്ലാതെ മുൻ വേദങ്ങളോട് ചേർത്ത് പിന്നെ ഏതാണ്ട് എഴുതിയെന്നോ അങ്ങനെ ചേർത്ത് കെട്ടിയെന്നോ ഇങ്ങനെയൊന്നും അവിടെ ഇല്ല. ഞാൻ ഷാഫി ഇപ്പൊ ഖുറാനിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ ഞങ്ങള് നിങ്ങളെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. 7-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രന്ഥം ശരിയാണ് എന്ന് ഖുറാൻ പറയുന്നു. താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഖുറാൻ അങ്ങനെ പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ എന്റെ കൺക്ലൂഡിങ് പോയിന്റ്. എനിക്കതില് വിശ്വാസക്കുറവൊന്നുമില്ല എന്ന് ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞില്ലേ. ഞാൻ വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തെ ധൈര്യമായിട്ട് വിശ്വസിക്കാം. കാരണം വെച്ചാല് ഇത് 7-ാം നൂറ്റാണ്ടല്ല, അതിനു മുമ്പേ തൊട്ട്, പല നൂറ്റാണ്ടുകൾ മുമ്പേ തൊട്ട് അവിടെ ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകമാണ് പോയി ഇത്. എന്റെ വാദത്തിനോട് അവിടെ ഒരു ചേർന്ന് മിനിറ്റ്. വാദമല്ല. ഇല്ല ബ്രദറെ, കേക്ക് ബ്രദർ, അതിനാണ് ഞാൻ ഈ ഷാഫി. 2-ന്റെ 79-ഉം 3-ന്റെ 80 താങ്കൾക്ക് വായിച്ച് കേൾപ്പിച്ചത്. ബ്രദറെ അല്ലെങ്കിൽ അല്ല, ഞാൻ ബ്രദറെ ചോദിക്കട്ടെ, ബ്രദർ അല്ല, ഒരു മിനിറ്റ്. ഞാൻ എന്റെ പോയിന്റ് പറയട്ടെ ബ്രദറെ. ഒരു മിനിറ്റ്. അല്ല, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു. പറയുന്ന വാദം ഖുർആൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഖുർആൻ ഈ ഇങ്ങനെയുള്ള വാചകങ്ങൾ ഖുർആനിൽ വരേണ്ടതേ അല്ല. ബ്രദറെ അങ്ങനെയുള്ള കേക്ക്. സംഭവം ഓക്കെ, നിങ്ങൾ അങ്ങനെ ഊഹിച്ചോളൂ. ഓക്കെ. ബ്രദറെ, അപ്പൊ ഷാഫി ഓക്കെ, ഞാൻ താങ്കൾ പറയുന്നത് എഗ്രി ചെയ്യുന്നു. അന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, ഏത് ഗ്രന്ഥത്തെ കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അന്നത്തെ മുൻവേദം എന്ന് പറയുന്നത് ഏതാണെന്നും അതിൽ പെടാത്തത് ഏതാണെന്നാണ് ഞാൻ ഇവിടെ വിശദീകരിച്ചത്. ബ്രദർ സമ്മതിച്ചു. പിന്നീട് നിങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങൾ പറഞ്ഞത് കേട്ടു. 7-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന പുസ്തകം തിരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ള വാദത്തെ നിങ്ങൾ സമ്മതിച്ചു. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സമ്മതിച്ചതാണെങ്കിൽ ഇന്ന് ക്രൈസ്തവരുടെ കയ്യിലുള്ള വേദഗ്രന്ഥത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് ഞങ്ങൾ ഇന്നുള്ള വേദഗ്രന്ഥത്തെ വിശ്വസിക്കണം? അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ മാനുസ്ക്രിപ്റ്റുകൾ നമുക്ക് എന്ന് തൊട്ട് ചെക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് അവൈലബിൾ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഓൾറെഡി നമ്മുടെ ന്യൂക്ലിയർ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തരാം നഹാസ് ബ്രദർ, ഒരു മിനിറ്റ്. ഞാൻ ഷാഫിയായിട്ട് കൺക്ലൂഡ് ചെയ്യാണ്. നമുക്ക് ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ് മാത്രം ആയിരക്കണക്കിന് പറഞ്ഞാൽ അങ്ങനെ എക്സാക്ട് പറയുകയാണെങ്കിൽ 5795 മാനുസ്ക്രിപ്റ്റ് ഗ്രീക്കിൽ മാത്രം അവൈലബിൾ ആണ്. ഓക്കെ. ഇനി ഇത് കൂടാതെ താങ്കളോട് പറഞ്ഞു ഈ കോഡെക്സ് സൈനറ്റിക്കസ്, അതുപോലെ തന്നെ അലക്സാൻഡ്രിയനസ്, വാറ്റിക്കാനസ്, ഇങ്ങനെയുള്ള മാനുസ്ക്രിപ്റ്റുകൾ. ഓക്കെ, ഇതെല്ലാം ഇന്ന് അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ കാലഘട്ടമൊക്കെ എപ്പോഴാണ്? 4th സെഞ്ചുറിയില്, 5th സെഞ്ചുറിയില്. ഇനി വാറ്റിക്കാനസ് ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ 4th സെഞ്ചുറിയില്. ആദ്യം പറഞ്ഞ കോഡെക്സ് സൈനാറ്റിക്കസ് ആണെന്നുണ്ടെങ്കിൽ 4th സെഞ്ചുറിയില്. ഓക്കെ, ഇതൊക്കെ. ഇനി ഇതിന് പല വിധത്തിലാണ് ഇതിന്റെ എല്ലാം കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്രൈസിസിന്റെ ഏരിയ എല്ലാം കഴിഞ്ഞ് 7-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും ഇത് വിപുലമായിട്ട് ക്രൈസ്തവരുടെ കയ്യിലുണ്ട്. അപ്പൊ താങ്കള് 7-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം ശരിയാണ് എന്ന് താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ താങ്കൾക്ക് ഡെഫിനറ്റ്ലി ഇന്നുള്ള ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകത്തെ വിശ്വസിക്കാൻ പറ്റും. താങ്കൾക്ക് ഇത്ര മാത്രം ഒന്ന് ഇത് ചെയ്താൽ മതി. ഞങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ ഇതിന്റെ
ഇന്നുള്ള കോപ്പിയും അന്നുള്ള കോപ്പിയും ഇത് ഐഡന്റിറ്റിക്കലാണ്, അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് വരുന്നത് എന്നുള്ള കാര്യം താങ്കൾക്ക് അതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വെരി ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ പഠിക്കാം, ഞങ്ങൾ ഓക്കെ പഠിക്കാം, അത് പഠിക്കാം. നിങ്ങളും അത് പഠിക്കാം. അത് ഓക്കെ, താങ്കൾ പറഞ്ഞത് ശരി. ഓക്കെ, Right. അന്ന് മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന യഹൂദരും ക്രൈസ്തവരും കയ്യിൽ താങ്കൾ ഈ പറയുന്ന പബ്ലിഷ് ചെയ്ത ഈ ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണോ ഉണ്ടായിരുന്നുള്ളത് നമ്മ ആദ്യം അന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായോ? ഞാൻ പറഞ്ഞിരുന്നു അവിടെ രണ്ട് വിഭാഗത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നും ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ പിന്നീട് നമുക്ക് നോക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് എനിക്ക് വിശദമായിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് താങ്കളോട് ഞാൻ ചോദിക്കപ്പെട്ടത് തന്നെ 7-ാം No നൂറ്റാണ്ടുകൾക്ക് മുന്നേ. problem. No ഓക്കെ problem. കുഴപ്പമില്ല. No. അതുകൊണ്ടാണ് എനിക്ക് ബ്രദറിനോട് ഞാൻ ചോദിച്ചത്, ഈ 7-ാം നൂറ്റാണ്ടുകൾക്ക് മറ്റു ഭാഷകളിലേക്ക് ബൈബിൾ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പോലും കാരണം അതാണ്. എനിക്ക് അറിയത്തില്ല കാരണത്തെ കുറിച്ച്. അതെ അപ്പൊ അതെ, ഓക്കെ, അതിനെ കുറിച്ച് ഞാൻ അപ്പൊ പറഞ്ഞല്ലോ. ഓക്കെ, അതായത് ഓക്കെ കുഴപ്പമില്ല. അപ്പൊ yeah, ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ വാദത്തെ ഇരുന്നുണ്ടായിരുന്നുള്ളൂ. ഈ വേദം എന്താണെന്നും മറ്റുള്ള ഖുറാനിൽ പറഞ്ഞ ഇതാണ് ഞാനിവിടെ പ്രൂവ് ചെയ്തത്. അപ്പൊ നമുക്കത് ചർച്ച ചെയ്യാം. പിന്നീട് ഞാൻ വരാം. ഓക്കെ. അപ്പൊ അന്ന് ഇത് മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ ഇക്ക് ബ്രദറെ. അന്ന് 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബിയുടെ കാലത്തുണ്ടായിരുന്ന മക്കയിലും മദീനയിലും യഹൂദന്മാരുടെ കയ്യിലുണ്ടായിരുന്ന വേദം അത് നിങ്ങളെ കയ്യിലുണ്ടായിരുന്ന ഇന്നത്തെ വേദമാണോ എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞ മനസ്സിലായി. അത് അത് നബീലിന്റെ അടുത്ത് രണ്ട് ഉണ്ടാവും ചോദിച്ചു വിഭാഗമാണ്. നോക്കട്ടെ. നബീലിന്റെ അടുത്ത് ചിലപ്പോ കാണായിരിക്കും. അല്ല നബീലിനോട് ഓക്കെ, അയ്യോ പുള്ളി ചിരിപ്പിക്കുന്നത്. നബീലിനെ അത് വിടെ. ഓക്കെ ഓക്കെ, ഷാഫി എന്നാലാട്ടെ, താങ്കൾ എന്തിനൊക്കെ ഇപ്പൊ എന്നെ ഇങ്ങനെ നിങ്ങൾ എടുക്കാതെ എന്നെ ഇങ്ങനെ ഞാനാണ് വിഷമിക്കുന്നത്? നിസുവിനെ എടുത്തത്. നിസുവിന്റെ ആ വിഷമം മനസ്സിലാക്കിയിട്ട് ആ ഒരു വിഷമം നിസുവിനുണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾ എല്ലാ അല്ല, ഒരു സഹോദരി മിനിറ്റ് സഹോദരന്മാരും സ്നേഹിക്കുന്നു. അല്ല, ഞാന് ഈ ഷാഫിനെ ഒന്ന് ഷാഫി പോയി. ഓക്കെ ഷാഫി ആ, ഓക്കെ 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 എന്നാലാട്ടെ, പിന്നെ ഒരു ദിവസം വരിക ഷാഫി, തീർച്ചയായിട്ടും വരിക. താങ്ക് യു. അപ്പൊ നിസു, നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു വിഷയത്തെ കുറിച്ചാണ്. അപ്പൊ നിസു ഒരു രണ്ടു വാക്ക് പറയും. അല്ല, നഹാസിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ല. നഹാസെ ഒന്ന് പറഞ്ഞേ, നിസുവിന്റെ അഭിപ്രായം ഞാൻ കേട്ടാണ്. നഹാസ് അതിനെ കുറിച്ച് ഒരു രണ്ടു വാക്ക് പറ. ഓക്കെ. ഞാൻ പറഞ്ഞാൽ മതിയോ? ഇല്ല, നഹാസ് പറയട്ടെ. നിസുവിനെ എപ്പോഴും കിട്ടണല്ലേ. ബ്രദറെ, യപ്പ്. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ബ്രദറെ. നിങ്ങൾക്ക് എത്ര റിപ്പീറ്റ് അടിച്ചാലും ബോറടിക്കാത്ത ഒരു വിഷയമാണ് ഖുറാനിലെ മുൻ വേദങ്ങൾ എന്ന വിഷയം. എന്തായാലും ട്രിനിറ്റി പറയുമ്പോഴാണ് ബ്രദറിന് ഒത്തിരി ദേഷ്യവും ബഹളവും ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ഇതിപ്പോ നമ്മൾ തന്നെ ഒരുപാട് സംസാരിച്ചു കേട്ടു. ഇന്നും അതേ ഇൻട്രസ്റ്റോടുകൂടി ഫസ്റ്റ് അവതരിപ്പിച്ച അതേ ഇൻട്രസ്റ്റോടുകൂടി ഇന്നും അവതരിപ്പിക്കുന്നുണ്ട്. എന്തായാലും വിക്കി ബ്രദറിന്റെ ആ ഒരു ടെൻഷൻ എനിക്ക് മനസ്സിലായി. ആ ഒരു ഇൻട്രസ്റ്റ് എന്തിനാണ്? ഒരു മിനിറ്റ് നഹാസെ, ഒരു മിനിറ്റ്. ഷാഫിയും ഞാനും ഇതാദ്യമായിട്ടല്ലേ ഞങ്ങൾ ചെയ്യുന്നത്? അതെ, ഞാൻ എക്യൂപ്പിനോട് തൃത്വത്തെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴേ എക്യൂപ്പി പറഞ്ഞത് ഞാൻ 5-6 വീഡിയോ ചെയ്തിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് പോയി കേട്ടിട്ട് വരാനാ പറയുന്നത്. ഒന്ന് താങ്കളോട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ബ്രദറെ. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഒരു മിനിറ്റ് ഞാൻ പറയാം. ഞാനൊന്ന് ക്ലിയർ ചെയ്യാം. ഷാഫി ആയാലും നിസു ആയാലും നഹാസ് ആയാലും താങ്കൾക്ക് അതിലൊരു പ്രശ്നമേ തോന്നില്ല. റിപ്പീറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഷാഫി ഞാൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് പറഞ്ഞത് ഏകദേശം. അതിനപ്പുറം വേറൊരു മറുപടി ഷാഫി അല്ലല്ല, താങ്കൾ അങ്ങനെ ചിന്തിക്കരുത്. ഇന്ന് ഇതിന്റെ റിപ്ലൈ കേട്ടാൽ മതി. ഷാഫി വിശ്വസിക്കുന്നത് ക്രൈസ്തവരുടെ കയ്യിൽ 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഗ്രന്ഥം ശരിയാണെന്നാണ്. താങ്കൾക്ക് ആ വാദമുണ്ടോ? ക്രൈസ്തവരുടെ കയ്യില് 7-ാം നൂറ്റാണ്ടില് ഉണ്ടായിരുന്ന ഗ്രന്ഥം ശരിയാണ് എന്നാണ് ഷാഫിയുടെ വാദം. താങ്കൾക്ക് ആ വാദം ഉണ്ടോ? ഇല്ല, ഞാനത് കണ്ടിട്ടില്ല. 7-ാം നൂറ്റാണ്ടില് ഞാൻ ഇല്ലായിരുന്നല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ താങ്കളുടെയും ഷാഫിയുടെയും വാദം ഒന്നാണ്. പക്ഷെ പറയില്ല കേട്ടോ നഹാസ 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. സംസാരിച്ച് നഹാസ നഹാസായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പറയില്ല നഹാസ 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇതിന്റെ കാര്യം എന്ന് പറയാം. ഇതിന്റെ കാര്യം എന്ന് പറയാം. അപ്പൊ നിങ്ങൾ വെറുതെ അല്ല, ഒരു മിനിറ്റ് നമ്മള് ഓഫ് ടോപ്പിക് പോയില്ലേ. അത് മാത്രമല്ല, എനിക്ക് ഇറങ്ങും ചെയ്യണം. ഒരു മിനിറ്റ് നഹാസ്, ഒരു മിനിറ്റ്. ഞാനൊന്ന് പറയട്ടെ. പൂർവാധിക ശക്തിയോടുകൂടി വാദിക്കുന്നത് കണ്ട് ഇന്നും ആദ്യം ഞാനതിന് ഉത്തരം പറയല്ലേ ബ്രദറെ? ഞാനതിനൊരു ഉത്തരം പറയട്ടെ. ഞങ്ങൾ പറഞ്ഞു കേട്ടല്ലോ.
ആരോട് വേണമെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് റൂം ഇടുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം ഒരേ വ്യക്തിയോട് പലയാവർത്തി സംസാരിക്കുമ്പോഴാണ് നമുക്ക് ബോറിംഗ് വരുന്നത്. അല്ലാതെ നമ്മൾ വേറെ വേറെ വ്യക്തിയോട് സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്താ കുഴപ്പം? അതിന് യാതൊരു കുഴപ്പമില്ല. ഇനി ഞാൻ താങ്കളോട് പറയാം, ഇവിടെ തൃത്വം സംസാരിക്കാത്ത ഒരു വ്യക്തി ഇവിടെ കയറി വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഫാറൂഖ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിസു എന്നോട് തൃത്വം പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. ഞാൻ അതിനോട് അനുബന്ധിച്ചാണ് പല ക്ലാസ്സുകൾ എടുത്തത്. ആ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ താങ്കൾ പലയാവർത്തി ഈ റൂമിൽ വന്നു പോയി കേട്ട് അതിന്റെ ഇടയിൽ നമ്മൾ പലയാവർത്തി സംസാരിച്ചിട്ടുള്ളതാണ്. ആ ക്ലാസ്സുകളിൽ തന്നെ പലയാവർത്തി സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം പിന്നീട് താങ്കളുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് താങ്കൾ അതൊന്ന് കേൾക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ പോലും വീണ്ടും ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് ആ വിഷയത്തിൽ ഒരു 15-20 മിനിറ്റ് എങ്കിലും വീണ്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അത് കൂടാതെ എന്നാൽ ഈ അനുഭവങ്ങളിൽ കൂടെ ഒന്നും പോകാതെ കഴിഞ്ഞ ദിവസം ഫാറൂഖ് എന്ന് പറഞ്ഞ ഒരു ബ്രദർ വന്നു. അദ്ദേഹത്തിനോട് 10-15 മിനിറ്റ് ഞാൻ ഈ വിഷയം സംസാരിച്ചു. ഏതിനെ? തൃത്വത്തെ കുറിച്ച് സംസാരിച്ചു. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു വ്യക്തി വന്നു നമ്മളോട് സംസാരിച്ചു, ആ വ്യക്തി രണ്ടാമത്തെ പ്രാവശ്യം വന്നു സംസാരിച്ചു, മൂന്നാമത്തെ പ്രാവശ്യം വന്നു സംസാരിച്ചു, നാലാമത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേക്കും നമുക്ക് ബോറടിക്കാൻ തുടങ്ങും. നാച്ചുറൽ ആണത്. ഓക്കെ, എന്നാൽ ഒരു പുതിയ വ്യക്തി വന്നു, ഇനിയിപ്പോ നാളെ വേറെ ആരെങ്കിലും വരികയാണ്, ആ വ്യക്തിയോട് നമുക്കിപ്പോ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. ഒരു പ്രാവശ്യം സംസാരിക്കുന്നു കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം സംസാരിക്കുന്നു കുഴപ്പമില്ല. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ വരുമ്പോഴത്തേക്കും ബോറിംഗ് ആവും. അത് പ്രത്യേകിച്ച് പ്രൊപ്പഗാൻഡയോട് കൂടെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അതായത് ഇപ്പൊ നമ്മൾ ഒരു അരമണിക്കൂർ ഉത്തരം പറഞ്ഞിട്ട് പിന്നെ പറയാണ് നിങ്ങൾ ഉത്തരവൊന്നും പറഞ്ഞില്ല. എന്നാൽ നിങ്ങൾക്ക് പറയേണ്ടത് എന്താണ്? എനിക്കിപ്പോ ഉത്തരം പറഞ്ഞു, പക്ഷെ എനിക്കത് മനസ്സിലായില്ല. അങ്ങനെ പറയണതിന് വേറെ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ പിന്നെ യുനോ അന്നേരം നിങ്ങളുടെ ഒരു ഇന്റലക്ച്വൽ ഡിസോണസ്റ്റി നിങ്ങൾ പബ്ലിക് ആയിട്ട് ഷോ ചെയ്യാണ്. അത് അതൊക്കെ മതി ഒട്ടും ശരിയല്ല. നഹാസിന് ക്ലിയർ ആയിട്ടുണ്ട്. നഹാസിന് ഇത്രയും മതി. നഹാസെ, നമുക്ക് നിർമ്മല കോളേജിലേക്ക് പോവാം. നഹാസെ, ഒറ്റ സെക്കൻഡ് ബ്രദറെ. അല്ല, ഞാൻ നിങ്ങളുടെ ആ ഇൻട്രസ്റ്റ് ഞാൻ മനസ്സിലാക്കിയിട്ട് പറയാണ്. തൃത്വം നമ്മൾ ഒരിക്കലും ഇരുന്ന് സംസാരിച്ചിട്ടില്ല. ഞാൻ ആ നോമ്പ് സമയത്ത് നിങ്ങൾ എടുത്ത ക്ലാസ് ഉണ്ടെന്ന് അന്നേ പറഞ്ഞത് അങ്ങനെ ക്ലാസ് ഉണ്ട്, അത് കേട്ടിട്ട് വന്നിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ഖുറാന്റെ മേലുചാരിയും മുഹമ്മദ് നബി പഠിച്ചതും ഖുറാനിൽ പറയുന്നതും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ മറ്റു വഴിക്ക് കൊണ്ടുപോയി ഉത്തരം പറഞ്ഞു എന്ന് വരുത്താണ് ചെയ്തത്. എനിക്ക് നിസ്സാരം 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ ഉണ്ടായിരുന്നു, അത് മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അത് എടുത്തിട്ടില്ല. എക്യു ബ്രദർ ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ റിപ്പീറ്റേഷൻ ഇതേ ഓഡിയൻസ് തന്നെയാണ്. നിങ്ങൾ എങ്ങനെ ഇങ്ങനെ നോണ പറയാൻ നിൽക്കുന്നേ? അല്ലല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു ബോറടി ഇല്ലാതെ കേട്ടോണ്ടിരുന്ന ഒരു മാന്യതയില്ലേ നഹാസ് നിർത്ത. നിങ്ങൾക്കൊരു മാന്യതയില്ലേ? എത്ര പ്രാവശ്യം ഇക്ക ബ്രദർ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെ നിങ്ങൾ പറഞ്ഞില്ല എന്ന് പറയുന്നത് എവിടുത്തെ ഇതാണ്? അല്ല, നോണ പറയരുത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നഹാസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയണം. ഇല്ലില്ല, അങ്ങനെ കള്ളത്തരം പറയണ്ട. ഇവിടെ വന്ന കള്ളത്തരം പറയണ്ട. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് തന്നെ പറയണം. അല്ലാതെ ഞങ്ങൾ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളെ കളറാക്കുമല്ലേ? ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അത് പറയണം, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ റിപ്പീറ്റ് ചോദിക്കണം. അല്ലാതെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളെ എന്നെ കള്ളന്മാരാക്കുകയാണോ? ആ തക്കിയൊക്കെ അങ്ങ് മുസ്ലിംസിന്റെ ഇതിൽ ചെന്നിട്ട് അങ്ങ് ചെയ്താച്ചാൽ മതി. ഓക്കെ, ഞങ്ങള് പറഞ്ഞു എന്നുള്ളതിന് ഇക്ക ബ്രദർ പറഞ്ഞു, ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലാവാത്തത് കൊണ്ട് നിങ്ങൾ അതിനെ ഞങ്ങളുടെ മേലോട്ട് ഇടാൻ നിൽക്കരുത്. മനസ്സിലായല്ലോ? പിന്നെ കള്ളത്തരം പറയരുത്. നിങ്ങൾക്ക് ത്രിത്വം എന്താന്ന് മനസ്സിലായോ? ഇല്ല, അത്രയേ ഉള്ളൂ. ഞങ്ങള് പറഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ അല്ല ഈ കള്ളത്തരം പറയരുത്. പിന്നെ നിങ്ങൾ ചോദിച്ചു ഷാഫി ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതോ പുള്ളി പറഞ്ഞതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം പുള്ളി കുറച്ചുകൂടെ മനുഷ്യനെ കേൾക്കാനും അത് പറയണത് മനസ്സിലാക്കുവാനും പുള്ളി ശ്രമിച്ചു. പുള്ളി ഇങ്ങോട്ടും എങ്ങനെ ഈക്വലായിട്ട്
ഉള്ള സാഹചര്യം ഒരുക്കി. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഞങ്ങള് സംസാരിക്കാൻ തുടങ്ങി അതിന്റെ ഇടയ്ക്ക് കയറി അതിലൊരു പനി പിടിച്ച് നിങ്ങൾ കയറും. അതാണ് നഹാസിന്റെ പ്രത്യേകത. എന്നാൽ ഷാഫി അങ്ങനെയല്ല ചെയ്തത്. അയാൾ ഇവിടെ ഇരുന്ന് കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര സഹോദരന്മാരിടയ്ക്ക് കയറി വന്നു. അദ്ദേഹം എത്ര പേരെ പറഞ്ഞിരുന്നു, എത്ര പ്രാവശ്യം പറഞ്ഞിരുന്നു ഒരു മനുഷ്യൻ. ചൂടാവല്ലേ സിസ്റ്ററെ, തീർന്നല്ലോ, പ്രശ്നം തീർന്നല്ലോ. കള്ളം പറയരുത്, അത്രേ ഉള്ളൂ. പറഞ്ഞില്ല എന്ന് കള്ളം പറയരുത്. അത് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. മനസ്സിലായോ? ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഒരു കാര്യം ചെയ്യാം. നഹാസിന് തരും. അതിനുശേഷം പിന്നെ ഞാൻ ഇപ്പൊ നഹാസിന് അവസരം തരും. അതിനുശേഷം പിന്നെ താങ്കളും ന്യൂക്ലിയറും തമ്മിൽ സംസാരിച്ചോ. ഞാൻ ഇറങ്ങും. ഷാഫി ഒരു മിനിറ്റ്. ഞാനേ ഒരു സംശയം പോയിക്കൊണ്ട് അല്ല നമ്മൾ ഇത്രയും ചർച്ച ചെയ്യുന്ന കാര്യം അല്ല ബ്രദറെ, നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം സംസാരിച്ചാൽ പോരെ ബ്രദറെ? ഞാനേ അതിനെ കുറിച്ച് ഇത് പെട്ടെന്നൊരു ചോദ്യം വന്നത്. താങ്കൾ പറഞ്ഞല്ലോ ഇപ്പൊ അന്നത്തെ യഹൂദന്മാര് അല്ല അന്ന് 7-ാം നൂറ്റാണ്ടിലുണ്ടായ വേദം തന്നെയാണ് എഗ്രി ചെയ്യുന്നു, ഖുർആൻ എഗ്രി ചെയ്യുന്നു പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു അന്നത്തെ 7-ാം നൂറ്റാണ്ടിൽ എഗ്രി വെച്ചിട്ടാണല്ലോ ഖുർആൻ ശരിയാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയുന്നു അല്ല, ഞാൻ ഇതിന് പറഞ്ഞിട്ടില്ല കേട്ടോ, ഈസ അല്ലെങ്കിൽ യേശു ദൈവമാണെന്ന് അതിൽ എഗ്രി ചെയ്യുന്നുണ്ടല്ലോ 7-ാം നൂറ്റാണ്ടില്, ഇല്ലേ അന്നത്തെ ക്രൈസ്തവര്? അപ്പൊ എന്തുകൊണ്ട് അല്ല, ഞാൻ പറഞ്ഞില്ല, എന്റെ വാദം പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു വാദം ഖുർആൻ ഉണ്ടായിരുന്നെങ്കിൽ ഖുർആൻ അത് എഗ്രി ചെയ്യണ്ടേ? എന്തുകൊണ്ട് ഖുർആൻ എഗ്രി ചെയ്യുന്നില്ല? ഈസാ നബി അവിടെ ദൈവമാക്കിയതിൽ ഖുർആൻ വിമർശിക്കുകയാണ് ഉണ്ടായത്. എത്രയോ സ്ഥലങ്ങളിൽ വിമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, താങ്കളോട് പറഞ്ഞ ഞാനൊരു ചെറിയൊരു രീതി ഉദാഹരണം പറഞ്ഞാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന ആ ഗ്രന്ഥം പൂർണ്ണമായിട്ടും ഖുർആൻ അതേപടി എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള വേദം മൊത്തം ശരിയാണെന്ന് വെക്കുന്നില്ല എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു പോയിന്റ് ആണിത്. എന്ത് ദൈവമാണ് യേശു ദൈവം അല്ലെങ്കിൽ ഈസ ദൈവമാണെന്ന് ഒരിക്കലും ഖുർആൻ പ്രൂവ് ചെയ്യുന്നില്ല. മനസ്സിലായോ? താങ്കൾ മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ അടിത്തറ മനസ്സിലായില്ലേ? അപ്പൊ അതില് ഖുർആൻ പറഞ്ഞ വേദം എന്താണെന്നതും ഞാൻ പറഞ്ഞതേ, ഖുർആൻ പറഞ്ഞ വേദം എന്താണെന്നതും വേദമല്ലാത്തത് എന്താണെന്നും ഇപ്പൊ മനസ്സിലായില്ലേ? അന്ന് തന്നെ അതിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ആ ഒരു കോൺട്രഡിക്ഷൻ അവിടെ വരാൻ കാരണം. അന്ന് അങ്ങനെയാണെങ്കിൽ തന്നെ ഖുർആൻ പറയണമായിരുന്നു എന്ത് യേശു ദൈവമാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഖുർആൻ അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലായില്ലേ? ബ്രദറെ ഖുർആനിലെ ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മിനിറ്റ്. ഷാഫി പറഞ്ഞ പോയിന്റ് ചർച്ച ചെയ്തു. ഞാൻ എനിക്ക് പെട്ടെന്നൊരു പോയിന്റ് വന്നപ്പോ ഞാൻ കയറി പറഞ്ഞെന്നുള്ളൂ. അപ്പൊ അതാണ് വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ വേദഗ്രന്ഥം പറഞ്ഞത്. നിങ്ങൾ മൊത്തം പറയുന്ന രീതിയിലല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വേദത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇഞ്ചീൽ എന്ന രീതിയിലാണ് ഖുർആൻ ആ വേദത്തെ കണ്ടിട്ടുള്ളത്. അവിടെ സംസാരിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ പ്രൂവ് ചെയ്ത് ഖുർആൻ അങ്ങനെ ഈസാ നബിയെ വിമർശിച്ച് ദൈവമാക്കിയവരെ വിമർശിക്കുകയില്ല. താങ്കൾ പറഞ്ഞ രീതിയിൽ ഖുർആൻ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അല്ല, ഞാനിത് ആദ്യം താങ്കളോട് പറഞ്ഞിരുന്നു നമുക്ക് അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ സംസാരിക്കാന്ന്. പക്ഷെ എന്തായാലും താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ചെറിയ ഒരു റെസ്പോൺസ് തരാം. താങ്കള് 9-ാമത്തെ സൂറ 31 ഒന്ന് വായിച്ചേ. 9-ാമത്തെ സൂറ 31. ഇതിനെപ്പറ്റി വല്ല ബന്ധപ്പെട്ട കാര്യമാണോ? അതെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ചുള്ള ഡയറക്റ്റ് ബന്ധമുള്ള കാര്യമാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം സംസാരിക്കാം, വിശദമായിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കാം. എങ്കിലും താങ്കൾക്ക് ഒരു ഹോംവർക്ക് ഞാൻ തരുവാണ്. സൂറ 9:31. വായിക്കാവോ? ഓക്കെ, ഞാൻ വായിക്കാം. അതിന്റെ മുകളിൽ അത് മാത്രം വായിച്ചാൽ മതി. 31. മതി. 9:31. അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമിന്റെ മകനായ മസീഹിനെയും അള്ളാഹുവിന് പുറമെ അവർ രക്ഷിതാക്കളായി സ്വീകരിച്ചു. എന്നാൽ ഏകദൈവത്തെ ആരാധിക്കാൻ മാത്രമായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടിരുന്നത്. അവനല്ലാതെ ഒരു ദൈവവുമില്ല. അല്ലെ? ദൈവവുമില്ല. അവർ പങ്കുചേർക്കുന്നുവെന്ന് അവൻ എത്രയോ പരിശുദ്ധൻ. അതെ. അപ്പൊ ഇവിടെ അള്ളാഹുവിന് പുറമെ ആരൊക്കെയാണ് ഇവര് രക്ഷിതാക്കളാക്കി സ്വീകരിച്ചത്? അവരുടെ അള്ളാഹുവിന് പുറമെ പുരോഹിതന്മാരെയും മറിയമിന്റെ മകനായ മസീഹിനെയും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇത്തഹദ അഹദൻ വറബ്ബനഹും അർബാബൻ. അർബാബ് എന്ന് വെച്ചാല് എന്താണ് അവരെ പണ്ഡിതന്മാരല്ല മിൻ ദൂനില്ലാഹി വ മസീഹ ഇബ്നു മറിയം.
വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ. അതായത് ഈ പണ്ഡിതന്മാരെയും ഈ മസീഹും മറിയമിന്റെ മകനായ മസീഹിനെയും അവരെന്ത് ചെയ്തു? അള്ളാഹുവിന് പുറമെ രക്ഷിതാക്കളായി സ്വീകരിച്ചു. ഇതെന്താണ്? ഇത് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല ബ്രദറെ, എന്റെ പോയിന്റ് കേൾക്കും. പോയിന്റ് കേൾക്കും. ഇവിടെ പറയുന്നത് എന്താണ്? അള്ളാഹുവിന് പുറമെ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമിന്റെ മകനായ മസീഹിനെയും രക്ഷിതാക്കളായി സ്വീകരിച്ചു. ശരിയല്ലേ? ഇങ്ങനെയല്ലേ താങ്കൾ മലയാളത്തിൽ വായിച്ചേ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. പക്ഷെ ഇത് അറബിയിൽ എങ്ങനെയാണെന്നറിയാമോ? അറബിയിൽ എഴുതിയിരിക്കുന്നത് അള്ളാഹുവിനും മസീഹിനും പുറമെ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവർ രക്ഷിതാക്കളായി സ്വീകരിച്ചു. രണ്ടു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അതല്ല, അങ്ങനെയല്ല. അല്ല, ഓക്കെ ഓക്കെ. താങ്കൾക്ക് അവസരമുണ്ട്, ഞാൻ പറഞ്ഞു തീരട്ടെ. ഇത് പറയുകയാണെങ്കിലേ ഈ ഒരു അങ്ങനെ വാദത്തിൽ താങ്കൾ വെക്കുകയാണെങ്കിൽ ഇതല്ലാണ്ട് ഒരുപാട് ആയത്തുകളുണ്ടെന്ന് ഇതിനെ താങ്കൾ പറഞ്ഞത് എന്താണ് ഒരു വിരുദ്ധമായ കാര്യമാണ്. ഒരു എന്താണ് അങ്ങനെയല്ല സംഭവം. അങ്ങനെ തന്നെ ഞാൻ ഈ മലയാളത്തിൽ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഇതല്ല, ഇത് നമുക്ക് എടുക്കണ്ട. വേറെ എത്രയോ ആയത്തുകളുണ്ട് ഈ മസീഹിനെ വിമർശിക്കുന്ന, അതായത് ദൈവമല്ലാന്ന് വിമർശിക്കുന്ന എത്രയോ ആയത്തുകളുണ്ട്. ഷാഫി നോക്ക്, നിങ്ങളുടെ വാദത്തെ ഞാൻ അംഗീകരിച്ചു. ഇതിന് വിരോധമായിട്ട് വേറെ ഖുർആനിൽ ആയത്തുണ്ട്, അത് ഞങ്ങൾക്കറിയാം. ഇങ്ങനെ പരസ്പരം വിരുദ്ധമുള്ള ആയത്തുകൾ പലതുണ്ട്. പക്ഷെ താങ്കൾക്ക് ഇവിടെ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഒരു വ്യത്യാസമില്ല. അവിടെ അങ്ങനെ തന്നെ ഇത്തഹദു അഹ്ബാറഹും വറുഹ്ബന അർബാബൻ മിൻ ദൂനില്ലാഹി വമസീഹു ഇബ്നു മറിയം. കണ്ടോ? അതിങ്ങനെ ഒരു മിനിറ്റ് ഞാൻ എന്റെ ഇതിനകത്ത് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ കൂടെ ഒന്ന് എടുത്തോട്ടെ. അപ്പൊ പിന്നെ താങ്കൾക്ക് എനിക്ക് താങ്കൾ പറയുന്നതും ഇതും തമ്മിലൊന്ന് കോറിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 931 ഖുർആൻ. ഓക്കെ ബ്രദറെ, ഇതിനകത്ത് ആദ്യത്തെ വേർഡ് ഇങ്ങനെയല്ലേ? ഇത്തക്കതു അല്ലേ? ഇത്തക്കതു അല്ലേ? ഇത്തഖദു അഹ്ബറാഹും വ റുഹ്ബാനാഹും അർബാബൻ മിൻ ദുനിൽ. അവിടം വരെ എന്താ പറയുന്നേ? അതായത് ദേ ഹാവ് ടേക്കൺ their റബ്ബീസ്, അവരുടെ റബ്ബിമാരെയും അവരുടെ മങ്സിനെയും പണ്ഡിതന്മാരെയും എടുത്തു. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തഖദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെന്റെ പ്രൊനൗൺസിയേഷൻ ഒന്നും ശരിയല്ല കേട്ടോ. ഇത്തഖദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ടേക്കൺ, അവരെടുത്തു. എന്താണ്? ആരെ എടുത്തു? അബറാഹും എന്ന് പറഞ്ഞാൽ അവരുടെ റബിമാരെ, വ റുഹ്ബാനാഹും എന്ന് പറഞ്ഞാൽ അവരുടെ കൂടാതെ, അല്ലെങ്കിൽ ആൻഡ് റബിമാരെയും അവരുടെ പണ്ഡിതന്മാരെയും. ഓക്കെ, അടുത്തത് അർബാബൻ എന്താക്കി? ആസ് ലോർഡ്സ്, അല്ലെങ്കിൽ രക്ഷിതാക്കളായി. ഇത്രയേ ഉള്ളൂ. അവിടെ ഈസ ഇല്ല. ഓക്കെ, രണ്ടു പേരെയാണ് അവര് രക്ഷിതാക്കളായിട്ട് എടുത്തേക്കുന്നത്. ആരെയൊക്കെയാണ്? ഒന്ന് അഹ്ബറാഹും വ റുഹ്ബനാഹും. ഇത് രണ്ടുപേരെയാണ് രക്ഷിതാക്കളായിട്ട് എടുത്തേക്കുന്നത്. അത് ഓക്കെ. അർബാബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആസ് ലോർഡ്സ്, അല്ലെങ്കിൽ രക്ഷിതാക്കള്. ഇനി മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാതെ. ആരെ കൂടാതെ? ദുനില്ലാഹി വൽ മസീഹ് ബന മറിയമ. ആരെ കൂടാതെ? അള്ളാഹുവിനെയും മസീഹിനെയും കൂടാതെ അവർ അവരുടെ റബ്ബിമാരെയും പണ്ഡിതന്മാരെയും രക്ഷിതാക്കളായി എടുത്തു. ഇതാണ് ഖുറാനില് ഒറിജിനലിലുള്ളത്. ഇത് മലയാളത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് എങ്ങനെയായി? അള്ളാഹുവിനും മസീഹിനും പുറമെ അവരുടെ പണ്ഡിതന്മാരെയും റബ്ബിമാരെയും രക്ഷിതാക്കളായി എടുത്തു എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചല്ല ഞാൻ ചോദ്യം ചെയ്യുന്നത്. പക്ഷെ ട്രാൻസ്ലേഷന്റെ
അള്ളാഹുവിന് പുറമെ വ മസീഹുബിന് മറിയും മസീഹിബിന് മറിയമിനെയും അവർ സ്വീകരിച്ചു. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ. നിങ്ങളുടെ ബ്രദറെ ദൈവം ഇലാഹൻ വാഹിദ. ഇലാഹൻ വാഹിദ വെച്ചാല് അവൻ ഒരുവനാകുന്നു, അവനല്ലാതെ ഒരു ദൈവവുമില്ല എന്ന് വരുമ്പോ സമ്മതിച്ചു ബ്രദറെ, അവിടെ മസീഹ് അങ്ങനെ ഇതെല്ലാം പറയുമ്പോ ഞാൻ അങ്ങനെ പറയുമ്പോ കോൺട്രഡിക്ഷൻ ആയി അവിടെ. അപ്പൊ ഇലാഹൻ വാഹിദ എന്ന് പറയേണ്ട ആവശ്യമില്ല അവിടെ. ഖുറാനിൽ കോൺട്രഡിക്ഷൻ ഉണ്ടെന്നേ ഞാൻ ഇല്ല, സമ്മതിച്ചു, താങ്കൾ അത് പറഞ്ഞതല്ല ഞാൻ അതിന്റെ സമ്മതിച്ചു. രീതിയില്. അതായത് അവിടെ വരുന്നത് എങ്ങനെയാണെന്നോ, ഇത്തഹദിന അർബാബൻ എന്റെ ഒരു ചോദ്യം ഖുറാനിൽ എഴുതിയിരിക്കുന്നത് ഇപ്പൊ ഞാൻ രണ്ട് വിധത്തിൽ പറയാം. ഓക്കെ, രണ്ട് വിധത്തിൽ പറയാം. ഒന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമിന്റെ മകനായ മസീഹിനെയും അള്ളാഹുവിന് പുറമെ അവർ രക്ഷിതാക്കളായി സ്വീകരിച്ചു. ഇതാണോ ശരി? അതോ ഞാൻ ഖുറാനിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ചതുപോലെ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിനും മറിയമിന്റെ മകനായ ഈസയ്ക്കും പുറമെ രക്ഷിതാക്കളായി സ്വീകരിച്ചു? ഇതിലേതാ ശരി? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ തെറ്റാണ്. ഒരു മിനിറ്റ് ബ്രദറെ, ഒരു മിനിറ്റ് അല്ല, നജീബ് ബ്രദറെ, ഒരു മിനിറ്റ് എന്നെക്കാളും തരാം. കൂടുതൽ നജീബ് ബ്രദറിന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓക്കെ, അറബിയുടെ ലിഖിതത്തിലുള്ള പ്രശ്നം അത് അദ്ദേഹം പറഞ്ഞോട്ടെ. ഞാൻ കണ്ടെടുത്തോളം അങ്ങനെയാണ്. എങ്ങനെ അർബാബിനെ കൂടാതെ, അള്ളാഹുവിനെ കൂടാതെ ഒരു മസീഹിബിനും അല്ല, ഞാൻ മസീഹിനെയും പറഞ്ഞുതരാം. അവർ സ്വീകരിച്ചു. അല്ലെങ്കിൽ ആഹദൻ വാഹിദ എന്ന് അവിടെ പറയത്തില്ല. നജീബ് ബ്രദർ പറഞ്ഞോട്ടെ മതി. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ നജീബിലേക്ക് പൊക്കോളാം ബ്രദറെ. എങ്കിലും ഞാൻ ഈ പറഞ്ഞതില് അറബിയിൽ വായിച്ചതാണോ ശരി, അതോ മലയാളത്തിൽ വായിച്ചതാണോ ശരി? അത് കറക്റ്റ്. അതായത് അറബിയിൽ ഇങ്ങനെയാണ് വായിച്ചത്: അഹ്ബാറാഹും വ റുഹ്ബാനാഹും അർബാബൻ മിൻ ദുനില്ലാഹി വൽ മസീഹ് ബന മറിയവാമ ഉമിറു ഇല്ലാലിയ അബ്ദു എന്ന് പറഞ്ഞു. അതായത് അള്ളാഹുവിനും മസീഹിനും പുറമെ അവർ അവരുടെ പണ്ഡിതരെയും പിന്നെ പണ്ഡിതരെയും പിന്നെ ആരാ ഒരു ഗ്രൂപ്പ് പുരോഹിതരാണോ? ഒരു മിനിറ്റ്, റബ്ബീസ് ആൻഡ് മങ്സ്, അവരുടെ റബ്ബിമാരെയും അവരുടെ പണ്ഡിതന്മാരെയും രക്ഷിതാക്കളായി സ്വീകരിച്ചു. ഇങ്ങനെയാണ് അറബിയിൽ കിടക്കുന്നത്. ഓക്കെ, താങ്കൾ വേറെ ഒന്നും പറയണ്ട. ഈ അറബി കിടക്കുന്നതും മലയാളത്തിൽ കിടക്കുന്നതും വ്യത്യസ്തമാണെന്നുള്ളതെങ്കിലും താങ്കൾക്ക് മനസ്സിലായോ ഷഫി? ഞാൻ പറഞ്ഞു തന്നാ മതിയോ? വെക്കൂ. നജീബിലേക്ക് വരുമോ ബ്രദറെ? ഞാൻ തരും ഒരു മേ ബി 30 seconds. അല്ല, ഓക്കെ. അല്ല, ഞാൻ മനസ്സിലാക്കി എന്തിനാണ്. അതായത് അർബാബൻ വറുഹുബാന, അതായത് പണ്ഡിതന്മാരെയും പുരോഹിതന്മാരും സ്വീകരിച്ചു അള്ളാഹുവിന് പുറമെ. ആർക്ക് പുറമെ? അള്ളാഹുവിന് പുറമെ അല്ല, മറിയം എന്ന് പറയുമ്പോ അവിടെ വരുന്നത് ആ മസീഹും മറിയമിനെയും അവരങ്ങനെ സ്വീകരിച്ചു. അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ചു. ഇലാഹൻ വാഹിദ, നിങ്ങളുടെ റബ്ബ് ഏകനായ വാഹിദൻ, അഹദ്, ഏകനാകുന്നു, അവനല്ലാതെ ഒരു ദൈവവുമില്ല. താങ്കൾ പറയുന്ന രീതിയിലാണെങ്കിൽ തന്നെയും അവിടെ അങ്ങനെ ഇലാഹൻ വാഹിദ എന്ന് വരേണ്ട ഒരു യാതൊരു കാര്യമില്ല ഖുറാനില്. അപ്പൊ അതിനെ കറക്റ്റ് അവിടെ ഒരുവനായി ഏകത്വം അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ മറിയമിനെയും അവർ സ്വീകരിച്ചു എന്നാണ് അവിടെ പറയുന്നത്. എനിക്ക് അതിന്റെ അറബി ലിഖിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അറബി രീതിയിൽ പോകുമ്പോ എനിക്ക് അതിനെ ശരിക്കും കണ്ടിച്ച് പറയാം. നജീബ് ബ്രദർ പറഞ്ഞോളൂ എങ്ങനെയാണെന്ന്. ഞാൻ നജീബിലേക്ക് തന്നെ പോവുക. പക്ഷെ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ബ്രദറെ, അവിടെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവര് ഈ 3 എണ്ണത്തിനെ ഒരേ കാറ്റഗറിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് അള്ളാഹുവിനെ മാത്രം അപ്പുറത്ത് നിർത്തി. എങ്ങനെ? അള്ളാഹുവിന് പുറമെ ഇന്നവരെയൊക്കെ അവർ രക്ഷിതാക്കളായി സ്വീകരിച്ചു. മറിച്ച് അറബിയിൽ കിടക്കുന്നത് അള്ളാഹുവിനും മസീഹ് ഈസയ്ക്കും പുറമെ അവർ പണ്ഡിതരെയും റബ്ബിമാരെയും രക്ഷിതാക്കളായി സ്വീകരിച്ചു. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ നോബിൾ ഖുറാനിന്ന് ഇതേ വാക്യം തന്നെ നിങ്ങൾക്ക് ഡീപ്പ് ഇട്ട് കാണിച്ചു തരാം. ഇവിടെ പറയുന്നത് മലയാളത്തിൽ പറയുന്നത് പോലെയല്ല, മറിച്ച് അറബി ഖുറാൻ പറയുന്നത് പോലെയാണ് 9:31 പറയുന്നത്. ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ദേ ബ്രാക്കറ്റില് Jews and Christians, okay, they took their rabbis and their monks to be their lords besides Allah and Messiah son of Maryam. കണ്ടോ? അതായത് ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത് they took their rabbis and their monks to be their lords. അവർ അവരുടെ റബ്ബിമാരെയും മങ്സിനെയും അവരുടെ രക്ഷിതാക്കളായി സ്വീകരിച്ചു. ബിസൈഡ്സ് അല്ലാ ആൻഡ് മെസ്സയ ദ സൺ ഓഫ് മറിയം, അള്ളാഹുവിനും മസീഹ് ഈസായ്ക്കും പുറമേ.
ഞാൻ വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് DP എടുത്തിട്ട് കാണിച്ചു തരാം വേണമെന്നുണ്ടെങ്കിൽ. അല്ല, അത് കറക്റ്റ് ആണ്, വായിച്ചത് കറക്റ്റ് ആണ്. ഓ ഓക്കെ, താങ്ക് യു അതിനെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഇത് പറയാൻ വേണ്ടി മാത്രം സൂചിപ്പിച്ചാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഗ്രന്ഥത്തെ അത് പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിച്ചിരുന്നു ഇങ്ങനെ അത് പറയാൻ അല്ല, ഞാൻ വേണ്ടിയാണ്. ആ ഇതുപോലെ വിഷയം ഒരുപാട് ഒന്ന് പറഞ്ഞേക്കാം. അല്ല ഒരുപാട് ഷാഫി, ഞാൻ ആയത്തുകളുണ്ട് പറഞ്ഞു. കേട്ടോ. ഓക്കെ, ഇക്ക് ബ്രദർ ഇതുപോലെ ഒരുപാട് അതായത് ഇങ്ങനെ ഈസാ നബി ആരാധിക്കുന്നത് മൂലം ഇതുപോലെ വിമർശിക്കുന്ന ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നത്. ബ്രദറെ, ഞാൻ പറഞ്ഞല്ലോ ബ്രദറെ, ഞാൻ പറഞ്ഞല്ലോ ഖുർആനിൽ ഇഷ്ടം നജീബ് ബ്രദർ പറഞ്ഞു ഇത് ഈ ഒരു ആയത്തിനെ കുറിച്ച്. നജീബ് ബ്രദർ ഞാൻ അതിനെ നമ്മൾ ചർച്ച ചെയ്തതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ഓക്കെ, മനസ്സിലായി. അല്ല, അത് ഞാൻ സമ്മതിച്ചു. ഖുർആനിൽ ഇഷ്ടം പോലെ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിച്ചു. അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നജീബ് വേണമെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഒന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞാനും നഹാസും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് മാത്രം ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്. കൊടുത്തോട്ടം പാസ്റ്ററെ, പ്രൈസ് ലോർഡ്, നമസ്കാരം. ഓക്കെ, നജീബ് പറഞ്ഞു. ഓക്കെ, ഇവിടെ പിന്നെ എക്യുപ്പ് പറഞ്ഞതുപോലെ അള്ളാഹുവിനും മസീഹിനും പുറമെ എന്ന് അർത്ഥം പറയണമെന്നുണ്ടെങ്കിൽ ഖുർആനിൽ എങ്ങനെ വരണമെന്നറിയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഘടന ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. മിൻ ദൂനില്ലാഹി വൽ മസീഹി എന്ന് വരണം. വൽ മസീഹി എന്ന് പറയുമ്പോഴാണ് അള്ളാഹുവിനും മസീഹിനും പുറമെ എന്നുള്ള അർത്ഥം വരിക. നേരെ മറിച്ച് ഇവിടെ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ഞാൻ ആ സ്ട്രക്ചർ പ്രകാരം തന്നെ മലയാളത്തിൽ വായിക്കാം. ഇപ്പോൾ പിന്നെ ഷാഫി വായിച്ചിട്ടുള്ളതും മിക്ക പരിഭാഷകളിലും നമുക്ക് അതിൻ്റെ ആശയം ശരിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അത് ക്രോഡീകരിച്ചിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ വേർഡ് ബൈ വേർഡ് മീനിങ് എങ്ങനെ വരികയെന്ന് ചോദിച്ചാൽ ഇത്തഹദു അവർ സ്വീകരിച്ചു, അഹ്ബാറഹും വറുഹുബാനഹും അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും, അർബാബൻ രക്ഷിതാക്കളായിക്കൊണ്ട്, മിൻ ദൂനില്ലാഹി അള്ളാഹുവിന് പുറമെ, വൽ മസീഹബന മറിയം മറിയമിൻ്റെ മകൻ മസീഹിനെയും. മനസ്സിലായില്ലേ? അതായത് ഈ മറിയമിൻ്റെ മകൻ മസീഹ് ശരിക്കും എവിടെയാണ് വരുന്നത്? പുരോഹിതന്മാരുടെയും പണ്ഡിതന്മാരെയും അതിൻ്റെ തുടർച്ചയായിട്ടാണ് വൽ മസീഹ എന്ന് പറയുന്നത്. കാരണം ആ ഹ എന്നുള്ളതിന് ഫത്ഹ് വരുമ്പോഴാണ് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. നേരെ മറിച്ച് അള്ളാഹുവിനും മസീഹിനും പുറമെ എന്നാണെന്നുണ്ടെങ്കിൽ മിൻ ദൂനില്ലാഹി എന്ന് പറഞ്ഞ പോലെ വൽ മസീഹി എന്നാണ് വരിക. ആ ഗ്രാമർ വെച്ചിട്ടാണ് കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാവുക. ആ അർത്ഥപ്രകാരം ആണ് മലയാളത്തിലുള്ള പരിഭാഷകളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് എക്യുപ്പിന് ഇതിൻ്റെ മുന്നേ തുടക്കത്തിൽ ഈ വിഷയം ചർച്ച ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൊരു വിഷയമായിരുന്നു. വീണ്ടും എങ്ങനെയാണ് ചർച്ച ആയത് എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ഓർക്കുന്നു നജീബ് ബ്രദറെ, ആ വിഷയത്തിൽ കുഴപ്പമില്ല. നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പുസ്തകങ്ങളൊക്കെ മേടിച്ചാണല്ലോ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ വെറുതെ നിങ്ങളുടെ മേൽ ഒരു കുറ്റാരോപണം നടത്തത്തില്ല, ഒരിക്കലും നടത്തത്തില്ല. ഞങ്ങൾ ആ വിഷയങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. നിങ്ങളുടെ പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വം മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രൂഫും റെഫറൻസും ഒക്കെ തരുന്നത്. ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിച്ചു. ഇപ്പൊ താങ്കള് നജീബ് ബ്രദർ എന്റെ DP ഒന്ന് നോക്കിക്കേ. ഞാൻ വായിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, മദീനയിൽ നിന്ന് ഇറങ്ങിയ മദീനയിൽ പ്രിന്റ് ചെയ്ത നോബിൾ ഖുറാന്റെ ഫോട്ടോ, അതായത് പേജ് നമ്പർ 249, സൂറ 9:31 ഞാൻ ഫോട്ടോ എടുത്ത് താങ്കൾക്ക് വേണ്ടിയിട്ട് DP ഇട്ടിരിക്കുന്നത്. ഇനി ഇത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ അല്ല എന്ന് താങ്കളൊന്ന് പറഞ്ഞേ. ഇനി ഇതിന് പുറമെ വേർഡ് ടു വേർഡ് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഞാനും ഒന്ന് പറയാം. ഇനി എനിക്ക് ഉറപ്പുണ്ട് താങ്കൾക്ക് നന്നായി അറബി അറിയാം, പക്ഷെ എനിക്ക് അറബി അറിയത്തില്ല. പക്ഷെ നിങ്ങളുടെ പണ്ഡിതന്മാര് അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് എങ്ങനെയാണോ എഴുതി വെച്ചത് ഞങ്ങൾ അതുപോലെ മനസ്സിലാക്കുന്നു. അത് ഞങ്ങളുടെ കുറവായിരിക്കാം, പക്ഷെ നമുക്ക് അറബി അറിയത്തില്ലല്ലോ. ദാറ്റ്സ് ഓക്കെ, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാം. പക്ഷെ ഞങ്ങൾ ഈ പറയുന്നത് വെറുതെ പറയുന്നതല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരുപക്ഷെ നജീബിനേക്കാളും വിദ്യാഭ്യാസവും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും അവിടുത്തെ ഡയറക്ടറുമായ അങ്ങനെ രണ്ട്, അതായത് അത് കറക്റ്റ് ആണ്. നിങ്ങൾ DP വെച്ചിട്ടുള്ള അത് കറക്റ്റ് ആണ്. നിങ്ങൾ ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. അത് പറഞ്ഞോളൂ. ഞാൻ ശ്രദ്ധിക്കാത്ത പറഞ്ഞ പോയിന്റ് താങ്കൾ എന്നെ കാണിച്ചെന്നുള്ളൂ. ഞാൻ അത് കേട്ടോളാം. നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ. നമ്മൾ തൽക്കാലം ബ്രാക്കറ്റ് ഒഴിവാക്കി പോവുകയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഖുറാനിൽ ബ്രാക്കറ്റ് ഇല്ലല്ലോ. അതുകൊണ്ട് they took their rabbis and their monks to be their lords besides Allah
ആൻഡ് മെസ്സയ. ഇതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്താ പറയുന്നത്? അല്ല, അള്ളാഹുവിനും അവിടെ മറിയമിന്റെ ഒരു കാര്യം മകനായ ശ്രദ്ധിച്ചോ ഐക്യു? അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്താണ്? ബിസൈഡ്സ് അള്ളാ എന്ന് കഴിഞ്ഞിട്ട് ഒരു കോമ ശ്രദ്ധിച്ചു, ഒരു കോമ. ബിസൈഡ്സ് അല്ലാ കഴിഞ്ഞിട്ടുള്ള കോമ, ആ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ടുള്ള കോമയാണോ? യെസ്. ഓക്കെ. അറബിയിൽ ആ കോമ കിടക്കുന്നുണ്ടോ അതേപോലെ? അതാണ് ഞാൻ പറഞ്ഞേ, ആ അള്ളാഹുവിനും മസീഹിനും എന്നർത്ഥം വരാതിരിക്കാനുള്ള കാരണം ഈ കോമയാണ് ഇവിടെ വേർതിരിക്കുന്നത്. അറബി ഭാഷയിൽ ഗ്രാമാറ്റിക്കലി വേർതിരിക്കുന്നത് ഒന്നിന് മിൻ ദൂനില്ലാഹി എന്നാണ്, അതിന്റെ തുടർച്ചയായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മസീഹി എന്ന് വരണം. ഇവിടെ വന്നിട്ടുള്ളത് വൽ മസീഹ എന്നാണ്. മസീഹ എന്ന് പറഞ്ഞാൽ ക്രിയ പതിക്കുന്നതാണ്. ക്രിയ പതിക്കുന്നത് ഇവിടെ രണ്ടും അർബാബും റുഹ്ബാനും, അതായത് പണ്ഡിതന്മാരും പുരോഹിതന്മാരുമാണ്. ഗ്രാമർ നിങ്ങൾക്ക് അറബി കുറച്ച് അറിയാണെങ്കിൽ പെട്ടെന്ന് എളുപ്പമായിരുന്നു. പക്ഷെ ഇവിടെ അത് സെപ്പറേറ്റ് ചെയ്യുന്നത് ആ കോമയിലാണ്. ഓക്കെ, ഞാൻ ഇതൊന്ന് കേട്ടെ. ഇവിടെ കോമ കൊടുത്തിരിക്കുന്ന എവിടെയാണെന്ന് ഞാനൊന്ന് പറയാവേ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് എടുത്തു തരാനായിട്ട് ശ്രമിക്കാം. ഞാൻ എന്തായാലും കോമ അടക്കം ഞാൻ വായിക്കാം, അന്നേരം നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇത്തക്കാതു, ഞാൻ വായിക്കുന്ന പ്രൊണൗൺസിയേഷൻ നിങ്ങൾ ക്ഷമിക്കുക. ഇത്തക്കാതു, കാതു എന്നല്ല കതു എന്നാണ് തോന്നുന്നു. ഇത്തക്കതു എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ടേക്കൺ, അവിടെ കോമയൊന്നുമില്ല. അതിനുശേഷം അഹ്ബാറുഹും എന്ന് പറഞ്ഞാൽ ദെയർ റബ്ബീസ്. വറുഹ്ബാനഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ദെയർ മങ്സ്. ഇത് താങ്കൾക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. താങ്കൾ നോക്കുക കോർപ്പസ് ഖുറാൻ വേർഡ് ടു വേർഡ്, വേർഡ് ബൈ വേർഡ് നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഏതാണ് പ്രൊനൗൺ, ഏതാണ് കൺജങ്ഷൻ, ഏതാണ് നൗൺ, പ്രൊനൗൺ, ഇതങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും അവിടെ കൊടുക്കുന്നുണ്ട്. പ്രൊപ്പോസിഷൻ ഏതാണ്, എല്ലാ ഡീറ്റെയിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ വേർഡിന്റെ എന്താ പറയുന്നത്, വേർഡ് ഏതാണ്, അത് നൗൺ ആണോ, പ്രൊനൗൺ ആണോ, പ്രൊപ്പോസിഷൻ ആണോ, കൺജങ്ഷൻ ആണോ, ഇങ്ങനെയുള്ള എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഓക്കെ, നിങ്ങൾ പറയുന്നതിനെ ഞാൻ മറുതലിക്കാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പക്ഷെ നമ്മൾ ഒരു പഠനമായിട്ട് എടുത്താൽ മതി, കുഴപ്പമില്ല. അതെ 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 അതെ. സോ ഇത്തഖദു അഹ്ബാറഹും വ റുഹ്ബാനഹും അർബാബൻ മിൻ. അപ്പൊ ഈ മിൻ എന്ന് പറയുന്നത് ബിസൈഡ്സ് എന്നുള്ളതാണ്. സോ ഫാർ ഇതുവരെ നമ്മൾ വായിച്ചതിൽ എവിടെയും ഒരു കോമ വന്നിട്ടില്ല. അതിനുശേഷം ദുനില്ലാഹി വൽ മസീഹ്, അവിടെ വരെ ഒന്നും കോമ വന്നിട്ടില്ല. അപ്പൊ മസീഹ് വരെയാണ് ഞാൻ വായിച്ചത്. ഇതിനകത്ത് കോമ വന്നു, ഒരു മിനിറ്റ്, മിൻ ദൂനില്ലാഹി വന്നു കോമ. അവിടുന്നാണ് കോമ വരുന്നത്. എവിടാ? മിൻ ദൂനില്ലാഹി എന്ന് വായിച്ചില്ലേ? ഒരു മിനിറ്റ്, ഞാൻ എന്നാ അതിന്റെ ഫോട്ടോ എടുത്തു തരാം. ഞാൻ കോമ വന്നെങ്കിൽ ഞാൻ കോമ വന്നു എന്ന് ഞാൻ പറയുമല്ലോ ബ്രദറെ, ഇല്ലെങ്കിൽ ഞാൻ പറയത്തില്ല. നോക്കിയേ, ഞാൻ ഒരു മിനിറ്റ് ഒരു ഫോട്ടോ എടുക്കട്ടെ, എന്നിട്ട് നിങ്ങൾ നോക്ക് എവിടെയാണ് കോമ വന്നേക്കുന്നതെന്ന് നോക്കുക. ഒരു മിനിറ്റ്, 1 മിനിറ്റ്, ഒരു മിനിറ്റ്. എന്റെ മൊബൈൽ ഡെഡ് ആവുന്നു. ജസ്റ്റ് 1 മിനിറ്റ്, ചാർജിങ്. ഒരു മിനിറ്റ് ബ്രദറെ, ഒരു മിനിറ്റ്, ഞാനൊരു പിക്ചർ ഒന്ന് എടുത്തോട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ, ഒന്ന് റിഫ്രഷ് ചെയ്തേ, എന്റെ DP ഒന്ന് റിഫ്രഷ് ചെയ്തേ, എന്നിട്ടൊന്ന് നോക്കി. കണ്ടോ? മിൻ എന്ന് പറഞ്ഞാൽ ബിസൈഡ്സ്. മിൻ ദുനില്ലാഹി വൽ മെസ്സയ. അതിനുശേഷം മെസ്സയ കഴിഞ്ഞിട്ടാണ് കോമ വന്നേക്കണേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? DP-ല് വല്ലാഹിക്ക് ശേഷം കോമയുണ്ടോ? നജീബിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ജർഷൻ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം ബ്രദറെ.
നജീബിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നജീബെ, എനിക്ക് ഓപ്പണായിട്ടില്ല. നിങ്ങളിപ്പോ എവിടെയാണ് കോമട്ട്? അറബിയിലെ കോമട്ട് അല്ല, ഈ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കണെങ്കിൽ കോമ കേൾക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? നിങ്ങളുടെ ഡി പി എനിക്ക് ഓപ്പൺ ആവുന്നില്ല. ഓ, അല്ല, ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് എന്റെ DP ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് സൂം ചെയ്ത് നോക്ക്. ഒരു ചെറിയതായിട്ടൊന്ന് ഷേക്ക് ആയിട്ടുണ്ട്, പക്ഷെ എങ്കിലും കാണാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നുകൂടി എടുത്ത് കൊണ്ടുവരും. എനിക്ക് നിങ്ങള് ഡി പിയിൽ എന്ത് കാണിച്ചു എന്നുള്ള എനിക്ക് ഓപ്പൺ ആവും. ഓപ്പൺ ആവുന്നില്ലേ? ഓ, ഓക്കെ. ബാക്കി ആർക്കെങ്കിലും ഓപ്പൺ ആവുന്നുണ്ടോ? ഞാൻ ഒന്നോടെ ഒരു പിക്ചർ വേറെ എടുക്കാൻ നോക്കാം. ക്ലാരിറ്റി. എനിക്ക് ഓപ്പൺ ആയി. അവിടെ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതെന്താണ് നിങ്ങൾ വൽ മസീഹ? ഇവിടെ എന്താണ് നിങ്ങൾ വാക്കർത്തല്ലേ കൊടുത്തിട്ടുള്ളത്? വാക്കർത്ത മാത്രമല്ല ബ്രദറെ, നിങ്ങൾ ആ കോമ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ കോമയുടെ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് ഡീപ്പ് എടുത്തത്. ഒന്നുകൂടെ റിഫ്രഷ് ചെയ്തേരെ. അവിടെ ദുനില്ലാഹി എന്നുള്ളിടത്ത് കോമയില്ല, കണ്ടോ? അതെ, അവിടെ ഒരു കോമ കാണുന്നുണ്ട്. ശരിയാണ്, നിങ്ങൾ കോമയാണെന്ന് തോന്നുന്നു. എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്. വൽ മസീഹ, അവിടെയല്ലേ കോമ കാണുന്നേ? ആൻഡ് ദ മെസ്സയ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് അള്ളാഹുവിനും മെസ്സിഹായ്ക്കും പുറമേ, അല്ലാതെ അള്ളാഹയുടെ അവിടെ അല്ല കോമ. ആൻഡ് ദ മെസ്സയ എന്നുള്ളിടത്താണ് കോമ. നിങ്ങൾ സ്ക്രീൻഷോട്ട് കാണിച്ചതിൽ ഒരു കോമ എന്തോ തോന്നുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായില്ല, ക്ലിയർ ആയിട്ടില്ല. അത് വേർഡ് ബൈ വേർഡ് കൊടുക്കുന്ന സമയത്ത് എന്തോ സംഭവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് യഥാർത്ഥത്തിൽ അർത്ഥം പറയുമ്പോൾ വരുന്നൊരു കോമയല്ല. നിങ്ങൾ അതിന്റെ മുന്നേ ഒരു DP വെച്ചപ്പോൾ, ട്രാൻസ്ലേഷന്റെ ഒരു DP വെച്ചപ്പോൾ ഉള്ള ആ കോമ കറക്റ്റ് ആണ്. അത് നോബിൾ ഖുറാനിൽ നിന്ന്. ഇത് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷനിൽ നിന്ന്. ഇത് corpusquran.com വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷനിൽ കാണുന്നതാണ്. ഞാൻ ബ്രദറിന് ഒന്നുകൂടി ആ കാര്യം ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഇത്തഹദു അഹ്ബാറ, ആ റ എന്നുള്ള ശ്രദ്ധിക്കട്ടോ. ഇത്തഹദു അഹ്ബാറ, ഇത്തഹദു അവർ സ്വീകരിച്ചു, അഹ്ബാറഹും അവരുടെ പുരോഹിതന്മാരെ. ആ അഹ്ബാറ എന്നുള്ളതാണ് പുരോഹിതന്മാരെ എന്നുള്ള അർത്ഥം കൊടുക്കുന്നത്. അഹ്ബാറ, അഹ്ബാറു എന്നാവുമ്പം അത് കർത്താവായിട്ട് വരും. അറബി ഭാഷയിൽ ഫാഇൽ എന്ന് പറയും. മഫ്ഊലും ബിഹി ആയിട്ടാണ് അഹ്ബാറു വരുന്നത് ഇവിടെ. അതേപോലെ തന്നെ ക്രിയ പതിക്കുന്നതാണ് വറുഹ്ബാന. റുഹ്ബാനു എന്ന് പറയുമ്പോൾ കർത്താവായിട്ട് വരും. വറുഹ്ബാന എന്നുള്ളത് കൊണ്ടാണ് അവിടെ വരുന്നത്. ഇതേ പ്രയോഗമാണ് എവിടെ വരുന്നത്? മിൻ ദൂനില്ലാഹി കഴിഞ്ഞിട്ട് വൽ മസീഹ, മസീഹിനെയും. മസീഹ എന്നുള്ള ഫതഹ് കൊടുക്കാനുള്ള കാരണം മഫ്ഊലും ബിഹി ആയതുകൊണ്ടാണ്. അവിടെ അള്ളാഹുവിനും മസീഹിനും പുറമെ എന്നാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് മിൻ ദൂനില്ലാഹി എന്ന് വന്നതുപോലെ മിൻ ദൂനില്ലാഹി വൽ മസീഹി എന്നാണ് വരിക. അത് വരാത്തതിന്റെ കാരണം, മസീഹ എന്ന് കൊടുക്കാൻ കാരണം അഹ്ബാറ എന്ന് പറഞ്ഞ പോലെ റുഹ്ബാന എന്ന് പറഞ്ഞതുപോലെ